അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന ഏവർക്കും ഇന്നത്തെ ശുശ്രൂഷ കൂടുതൽ ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കുകയാണ്. വാക്യങ്ങൾ വായിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നലെയൊക്കെ വിട്ടുപോയ കാര്യങ്ങൾ ആ സഹോദരന്മാർ വരാതിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടി പ്രയോജനപ്പെടത്തക്ക വിധം ഞാൻ ഈ സംഭവങ്ങളെ ഒന്നുകൂടി അതിൻ്റെ ആ രത്ന ചുരുക്കം ഒന്ന് പറയാം. ആ രത്ന ചുരുക്കം പറയുന്നത് കഴിഞ്ഞ ദിവസം കേട്ടവർക്കും ഒന്നുകൂടി റിവ്യൂ ചെയ്യാൻ കാരണമാകും. പുതുതായി വന്നവർക്ക് ഈ വിഷയത്തോട് ചേർന്ന് നടക്കാൻ അത് ഒരവസരം ഒരുക്കും. നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി ഈ ലോകം എങ്ങനെ ഒരുങ്ങും, നാം അങ്ങനെ ഒരുങ്ങണം. ഇത് രണ്ടുമാണ് ഈ ക്ലാസ്സുകളിലൂടെ ചിന്തിച്ചത്. അതിൻ്റെ പ്രഥമ രാത്രിയിൽ നമ്മൾ കർത്താവായ യേശുവിൻ്റെ ദിവ്യബലിയെക്കുറിച്ച്, പ്രായശ്ചിത്ത മരണത്തെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തത്. എന്നാൽ ഇന്നലെ അടുത്ത ദിവസം മുതൽ ഇങ്ങോട്ട് യേശുവിൻ്റെ വരവിനോടനുബന്ധിച്ച് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ചർച്ച ചെയ്തത്. അത് സവിസ്തരമായി പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ നമ്മളുടെ ആദരണനായ പ്രിൻസ് പാസ്റ്ററുടെ ചർച്ചിൽ, അതായത് നമ്മുടെ റാന്നിയിലുള്ള ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൽ ഈ വിഷയം 106 ദിവസമാണ് തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തത്. എത്ര ദിവസം കൊണ്ടും അത് തീർത്താൽ മതി എന്ന ഒരു നിർബന്ധം, സ്പീഡിൽ വേണ്ട എന്ന ഒരു താല്പര്യത്തിൽ. അപ്പോൾ അവസാനത്തെ 7 ദിവസങ്ങൾ കൺവെൻഷൻ പോലെയായിരുന്നു. അപ്പൊ നിത്യത എന്ന വിഷയം മാത്രം അവിടെ ചർച്ച ചെയ്യാനായിട്ട് അവസരം ഒരുങ്ങി. അപ്പോഴേക്ക് ഒരു പ്രയാസം ഉണ്ടായത് അവിടുത്തെ അമ്മച്ചിയുടെ അപ്രതീക്ഷിതമായ ആ വിടവാങ്ങൽ, വിയോഗം, അത് പിന്നെ തുടരാനായില്ല. അങ്ങനെ ഈ വിഷയം വളരെ വിശാലമാണ്. അതാണ് നമ്മൾ വളരെ ലളിതമായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. മാത്രമല്ല ഞാനിപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അത് നോട്ടിൽ എഴുതി ചേർക്കും. വെളിപ്പാടിനും ദാനിയേലിനും ഒക്കെ ഞാൻ ഒരു കമന്ററി എഴുതിയിട്ട് അത് പാതി വഴിയല്ല, ഒരു 3/4 വഴിയിൽ ഇട്ടിരിക്കുകയാണ്. കാരണം പുതിയ വിഷയങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും അത് കൂട്ടിച്ചേർക്കുന്നു. പുതിയ കാര്യങ്ങൾ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ വിസ്മയം ഇരട്ടിക്കുന്നു. എങ്ങനെയാണ് ദൈവം തൻ്റെ പ്രാവചനിക സത്യങ്ങളെ തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ളത് എന്ന ഓർമ്മപ്പെടുത്തൽ എത്ര സന്തോഷമാണ്. അത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ബൈബിളിനെ ദൈവവചനമാക്കുന്ന ഘടകങ്ങളിലൊന്ന് അതിൻ്റെ പ്രവചനമാണ്. ഇങ്ങനെ ഒരു പുസ്തകവും ലോകത്തില്ല. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ച ഒരു കൃതിയുമില്ല. ഞാൻ ചിലതൊക്കെ സ്പീഡിലാണ് പറഞ്ഞു പോയത്. അതുകൊണ്ട് ദാനിയേലിലെ ബിംബമൊന്നും ഞാൻ വിശദീകരിച്ചു പോയില്ല. അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും ഒന്നും തീരത്തില്ല, ക്ലാസ് തീരൂല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യക്ഷമതയോടെ ഈ വിഷയങ്ങളെ വിശകലനം ചെയ്യണം. നമ്മൾ പറഞ്ഞു നിർത്തിയതിലേക്ക് ഞാനത് കൊണ്ടുവരാം. അങ്ങനെ ഇസ്രായേൽ മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവിന് മുമ്പ് ഒരു നാഗരികതയുടെ തകർച്ച, ഒരു പട്ടണത്തിന്റെ തകർച്ച വെളിപ്പാട് 21 18-21 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 21 നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ 18-21 വരുമ്പോൾ ഒരു നഗരത്തിന്റെ നാശം, ഇങ്ങനെ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് പറഞ്ഞത്, ബാബിലോൺ എന്ന മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല എന്നുള്ള ആ വേദഭാഗം. അതിന് മുമ്പ് നമ്മൾ ബാബിലോൺ എവിടെ രൂപപ്പെട്ടു, അത് ഉൽപ്പത്തി 10:9 മുതലുള്ള വേദഭാഗങ്ങളിൽ നിമ്രോദ് എന്ന ഒരു മനുഷ്യൻ അതിന്റെ സ്ഥാപകനായിരുന്നു പട്ടണത്തിൻ്റെതെന്നും അവിടുന്ന് വിഷയങ്ങൾ ക്രമീകൃതമായി പഠിച്ച് ഇന്നും ബാബിലോന്യം മതം നമ്മൾക്കിടയിൽ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും അന്തർലീനമായി കിടപ്പുണ്ടെന്നും ആ നഗരമാണ് ഇനി വരാനുള്ളതെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചു. ആ നഗരത്തിന്റെ ശൂന്യാവശിഷ്ടങ്ങളെ കുറിച്ച് യെശയ്യാ പ്രവചിച്ച പ്രവചനം യെശയ്യാ 13:19 മുതൽ ഇന്നലെ വായിച്ചുകൊണ്ടാണ് നമ്മൾ പര്യവസാനിപ്പിച്ചത്. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സൊദോമിനെയും ഗൊമേറയെയും നശിപ്പിച്ചതുപോലെ നശിപ്പിച്ചു കളയുമെന്നും അവിടെ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ലെന്നും അവിടെ ഇടയന്മാർ ആടുകളെ കിടത്തുകയില്ലെന്നും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനിയും ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്, ഈ സ്ഥലം ഇന്ന് ശൂന്യമായി ആധുനിക ഇറാഖിന്റെ ഭാഗമായി കിടക്കുന്ന ഭൂപ്രദേശത്ത് അൽ തിക്രിദ് എന്നൊക്കെ പറയുന്ന സദ്ദാം ഹുസൈന്റെ നാടിനോട് ചേർന്ന് ഈ സ്ഥലം കിടപ്പുണ്ടെന്നും പൗരാണികമായ നെബൂഖദ്നേസർ പണി കഴിപ്പിച്ച കോട്ടകൊത്തളങ്ങൾ അവിടെ കിടക്കുന്നെന്നും അത് ഒരു നാളും പണിയപ്പെടാത്ത വിധം ആ ശൂന്യങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നു എന്നും ഒക്കെയുള്ള അനേക വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. സ്തോത്രം. അപ്പോൾ ആ ചർച്ചകൾക്കൊടുവിൽ നമ്മളൊരു ആശങ്കയിലാണ് ഇന്നലെ തീർത്തത്. വെളിപ്പാടിൽ പറയുന്നു, ശക്തനായൊരു ദൂതൻ
ഒരു ആട്ടുകല്ലെടുത്തെറിയും പോലെ, ഒരു തിരികല്ലെടുത്ത് കളയും പോലെ, ധാന്യമണി പൊടിക്കുന്ന ഒരു കല്ലെടുത്ത് കടലിൽ ഇടും പോലെ ബാബിലോന്യ പട്ടണത്തെ നശിപ്പിച്ചു കളയും എന്ന വചനം. അങ്ങനെയെങ്കിൽ വെളിപ്പാടിൽ പറയുന്ന ആ ബാബിലോൺ ഏത്? കാരണം ഓൾറെഡി യഥാർത്ഥ ബാബിലോൺ, പൊളിറ്റിക്കൽ ബാബിലോൺ, അത് തകർന്നു കഴിഞ്ഞു. അതിന് ഇനി ഒരു നാളും പണിയില്ല. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. അവിടെ പണി നടത്തുവാൻ വേണ്ടി ഉദ്യമിച്ചു വന്ന ആളുകൾക്കൊന്നും അതിന് കഴിയാത്ത പരിതസ്ഥിതി സംജാതമായി എന്നുമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, അതിനെ ഇനി ആരും കാണുകയില്ല എന്ന നിലയിൽ നിന്ന് തള്ളിക്കളഞ്ഞ ഈ രാജ്യം അല്ലെങ്കിൽ ഈ നഗരം ഇനി ചരിത്രത്തിൽ ഒരു പ്രസക്തി വരുമോ? ഇതാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്തിട്ട് ആ വിഷയം ഒന്ന് ക്രോഡീകരിച്ച് നിർത്താം. നാളെ വരുമ്പോഴേക്ക് നമുക്ക് പുനരാഗമനത്തിന്റെ അടയാളങ്ങൾ സഭയോട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. ഇത് ഭൗതികമായ അടയാളങ്ങൾ, ലോകം എങ്ങനെ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഈ പറയുന്നത്. നമുക്ക് ഇന്ന് ഒരു തെളിവ് ഞാൻ തരാം. പണ്ട് നശിച്ചുപോയ ഈ ബാബിലോന്യ പട്ടണം ഇനി പുനർനിർമ്മിക്കൊന്നുമില്ല. പക്ഷെങ്കില് ബാബിലോൺ കേന്ദ്രീകരിച്ച്, ആധുനിക ഇറാഖ് കേന്ദ്രീകരിച്ച്, മിഡിൽ ഈസ്റ്റിലെ ചില പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച്, ദുബായ് സിറ്റി കേന്ദ്രീകരിച്ച്, മസ്കറ്റ് കേന്ദ്രീകരിച്ച് ഒരു സാറ്റലൈറ്റ് സിറ്റി സംവിധാനം, ഒരു ഉപഗ്രഹ നഗര സംവിധാനം താമസം വിന ലോകത്ത് വരാൻ പോകുന്നു. എന്നിട്ട് എല്ലാ തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കപ്പെടുന്ന വലിയ ലോക മാർക്കറ്റിന് അവിടെ കളമൊരുങ്ങും. അവിടെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകൾ മുതലിറക്കിക്കൊണ്ട് ഈ മഹാനഗരത്തെ അതിസമ്പന്നവൽക്കരിക്കാൻ പോകുന്നു. അതിനുവേണ്ടി പണം മുടക്കാൻ തയ്യാറെടുത്ത് ആളുകൾ നിൽക്കുന്നു. ഇന്ന് ഇറാഖ് കാണുന്നവർക്കറിയാം, അതാകെ തകർന്നിരിക്കുന്നു. അതിന് ചരിത്രത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല. അതിനെ പുനർനിർമ്മിക്കുവാൻ അവിടുത്തെ ഭരണകൂടത്തിന് ഇനി കഴിയില്ല. മറ്റൊരു കാര്യം കൂടി കേട്ടുകൊള്ളുക. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ ഇന്ന് കാണുന്ന പ്രസക്തിയും കുറയാനാണ് സാധ്യത. അതിന്റെ കാരണം ഇന്ധനം ഇന്ന് വിലയേറിയൊരു വസ്തുവായി മാറുന്നു. ഇന്ധനം ഏതാണ്ട് ഊറ്റിത്തീർത്തുകൊണ്ടിരിക്കുന്നു വലിയ രാജ്യങ്ങൾ. എന്നാൽ ഇന്ധനത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറാൻ പോവാണ്. നമ്മൾ പെട്രോളിയത്തെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നതെങ്കിൽ ഇന്ധനത്തെക്കുറിച്ചുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഊർജത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി ബദൽ ഇന്ധനങ്ങളിലേക്ക് ലോകം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ സോളാർ എനർജിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ വെള്ളം വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റി, ഹൈഡ്രജൻ ഇന്ധനമാക്കി മാറ്റി ഓടിക്കാവുന്ന കാറുകൾ, അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇനി അനധിവിദൂര ഭാവിയിൽ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകും. അതിന്റെ അഡ്വാൻറ്റേജ്, അതിനെപ്പറ്റി വലിയ ഗവേഷണങ്ങൾ നടക്കുകയാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പരിസര മലിനീകരണമില്ല. ഓക്സിജനാണ് പുറന്തള്ളുന്നത്, ഹൈഡ്രജൻ ആണ് അതിൽ ഇന്ധനമായി പ്രയോഗിക്കപ്പെടുന്നത്. ഇത്തരമൊക്കെ ഉള്ള വലിയ പഠനങ്ങൾ നടക്കും. പെട്ടെന്ന് അവ അപ്ലൈ ചെയ്യാത്തത് വാഹന വിപണി തകരാതിരിക്കാനാണ്. ഉണ്ടാക്കിയ വാഹനങ്ങളുണ്ട്, വലിയ കമ്പനികളുണ്ട്. അവർക്ക് ഈ പുതിയ വേർഷനിലേക്ക് ചേക്കേറുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം മാത്രമല്ല, നോക്കി നിൽക്കെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാവുന്ന സാമ്പത്തിക ഇടിവ് ലോക സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിക്കും. ഇത് അന്തരീക്ഷമാകെ തകിടം മറിയും. ഇതുകൊണ്ട് ഒരു രാജ്യത്തെ ചുറ്റിപ്പറ്റി മറ്റൊരു രാജ്യം ബാർട്ടർ സമ്പ്രദായം എന്ന് നമ്മൾ പറയല്ലോ, കൊടുത്തിട്ട് മറ്റൊന്ന് വാങ്ങുക. ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇടനിലയായി നാണയമുണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രം. അതായത് നമ്മൾ പെട്രോളിയം വാങ്ങുന്നു, അത് സംസ്കരിച്ചു കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കലും വാങ്ങലും നടക്കുന്നുണ്ട്. നമ്മൾ ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു, തിരിച്ച് മറ്റു ചിലത് വിൽക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് നാണയം അത് ക്യാരിയറായിട്ട് മാറുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാർട്ടർ തന്നെയാണ് തത്വത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒന്ന് കൊടുത്ത് നമ്മൾ മറ്റൊന്ന് വാങ്ങുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ ഒരു വസ്തു കൊടുത്തിട്ട് പൊന്ന് തന്നിട്ട് നമ്മളോട് കുരുമുളക് വാങ്ങിയിരുന്നു പണ്ട്. എന്നാൽ ഇന്ന് നേരിട്ട് ഇത് രണ്ടും നടക്കുന്നില്ല. മറിച്ച് പണം തന്നിട്ട് നമ്മളുടെ പക്കൽ നിന്ന് കുരുമുളക് വാങ്ങുന്നു. നമ്മൾ പണം വാങ്ങി കുരുമുളക് വിറ്റിട്ട് പൊന്നു വാങ്ങുന്നു. ഇതും ബാർട്ടർ തന്നെയാണ്, ഒരു പരോക്ഷ ബാർട്ടർ. അപ്പോൾ ഇത്തരത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിന്റെ സമ്പദ് വ്യവസ്ഥ കേൾക്കാനുള്ള ഒരു വലിയ തകർച്ചയാണ്. ആ തകർച്ച മുതലെടുത്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ട് ഇത്തരമിടങ്ങളിൽ പണമിറക്കി ഈ സ്ഥലങ്ങളെ സാമ്പത്തികവൽക്കരിച്ച് ഇനി മിഡിൽ ഈസ്റ്റിന്റെ ആ കൺട്രോള് എങ്ങനെ, മധ്യപ്രദേശത്തിന്റെ കൺട്രോള് എങ്ങനെ പാശ്ചാത്യ ശക്തികളുടെ കയ്യിലിരിക്കും എന്നതിലേക്കാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത്. അത് കയ്യിലിരിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, ഇപ്പോഴേ
പാശ്ചാത്യരുടെ കൈവശമാണ് ഈ മിഡിൽ ഈസ്റ്റിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നതെന്നും നിയന്ത്രിക്കുന്നതെന്നും ഏതൊരാൾക്കും അറിയാം. ക്ഷമിക്കണം, കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയിൽ അവർ പറയുന്നത്, ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, നമ്മൾ സൗദിയിലും ഒക്കെ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നു, സൗദി നമ്മളെ തീറ്റിപ്പോറ്റുന്നു, എന്നിട്ട് നമ്മൾ സൗദിക്കും ദുബൈക്കും ഒക്കെ അത് ഇസ്ലാമിക രാജ്യങ്ങളാണ്, അവിടെ ധാരാളം ആളുകളെ തീറ്റിപ്പോറ്റുവാൻ അവർക്ക് മടിയില്ല, അവർ വളരെ ഉദാരതയുള്ള ആളുകളാണ്. ഞാൻ കണ്ടിച്ചിട്ട് പറഞ്ഞു, അങ്ങനല്ല, നമ്മൾ പണിയെടുത്ത് ഒരു പണിയും ചെയ്യാത്ത അറബികളെ തീറ്റിപ്പോറ്റുന്നു. ഇവിടെ എണ്ണയുണ്ടെന്നും ഇവിടെ വിഭവശേഷി ഉണ്ടെന്നും കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി പോലെയുള്ള വലിയ കമ്പനികളാണ്. അല്ല എങ്കിൽ ഒട്ടകപ്പാല് കുടിച്ചും ഈന്തപ്പഴം ഭക്ഷിച്ചും പ്രാകൃതരായിട്ട് ഇന്നും ജീവിക്കേണ്ട ആളുകളാണ് അവര്. അവർക്ക് മാറ്റമുണ്ടായത് നമ്മൾ അവിടെ ചെന്ന ശേഷമാണ്. കാരണം അവിടേക്ക് ബ്രിട്ടീഷ് പെട്രോളിയം കോർപ്പറേഷന്റെ സയന്റിസ്റ്റുകളെയും മറ്റും നയിച്ച കാര്യം നിരന്തര ബൈബിൾ വായനയായിരുന്നു. അവർ വായിച്ചപ്പോൾ ഒന്ന് മനസ്സിലാക്കി, അവിടെ ധാരാളം പൊന്നുണ്ട്, അവിടുത്തെ പൊന്ന് മേത്തരമാകുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്. സ്വർണം അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയത് ബൈബിളാണ്. മാത്രമല്ല അവിടെ കീൽക്കുഴികൾ ധാരാളമുണ്ട് എന്ന വായനയാണ് സയന്റിസ്റ്റുകളെ ഈ ദേശത്ത് പര്യവേഷണം നടത്താൻ പ്രേരിപ്പിച്ചത്. ഇവരവിടെ ചെന്നില്ല എങ്കിൽ ഒരു വിധത്തിലും ആ നഗരം സമ്പന്നമാകുമായിരുന്നില്ല. ഇന്ന് കുവൈറ്റിൽ നിങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങണം, ദുബൈയിൽ ഒരു സ്ഥാപനം തുടങ്ങണം, നിങ്ങൾക്ക് തുടങ്ങാനാവില്ല. അവിടെയുള്ള ഒരു അറബിയുടെ പേരിൽ തുടങ്ങിയിട്ട് നമ്മളവിടെ ജോലിക്കാരനാക്കി നിർത്തിക്കൊണ്ട് പണം മുടക്കം നമ്മൾ, ബിൽഡിംഗ് പണിയും നമ്മൾ, പണിയെടുക്കാൻ ആളുകളെ കൊണ്ടുവരുന്ന നമ്മൾ, വെറുതെ ഒരു ലൈസൻസിന്റെ പേരിൽ നമ്മുടെ പണത്തിന്റെ പാതിയിലധികം അവര് കൊണ്ടുപോവാണ്. നമ്മൾ ബാക്കിയെല്ലാം മറന്നിട്ട് ചിന്തിക്കൂ, നമ്മളാണ് അറബി രാജ്യങ്ങളെ സമൃദ്ധമാക്കിയത്, തിരിച്ചല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ഇനി എങ്ങനെയാണ് ഇറാഖ് എന്ന തകർന്നടിഞ്ഞ രാഷ്ട്രം ചരിത്രത്തിലേക്ക് തിരിച്ചു വരുന്നത്? ആട്ടെ, എൻ്റെ ഈ സ്വരം വല്ലാതെ ഇറിറ്റേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. പറഞ്ഞിട്ടും കാര്യമില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനു വേണ്ടിയിട്ട് ഈ രാജ്യം തിരിച്ചു വരുമെന്നും എല്ലാ തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്ന കമ്പോളം അവിടെ തുറക്കപ്പെടുമെന്നും ബൈബിൾ പറയുന്നു. അതായത് പണ്ട് 14 മൈൽ നീളത്തില് 14.5 മൈൽ വീതിയിൽ പണി കഴിപ്പിച്ച പടുകുറ്റൻ ആ കോട്ടയ്ക്ക് സമാനമായ അതിലുമൊക്കെ വിപുലമായ ഒരു വലിയ വ്യാപാര ശൃംഖല അവിടെ തുറക്കപ്പെടാൻ പോകുന്നു. ആ വ്യാപാര ശൃംഖലയിൽ നിന്ന് എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വീട്ടിലെത്തിക്കത്തക്ക വിധമുള്ള കച്ചവട സംവിധാനങ്ങൾ, വിനിമയ സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നു. ലോകത്തിന്റെ പൊതു ഷോറൂമായിട്ട് അല്ലെങ്കിൽ മാളായിട്ട് ഇവിടെ മാറാൻ പോകുന്നു. അത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. അതിനെ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായിട്ട് ഒരു വലിയ സമ്പന്ന നഗരത്തെ കേന്ദ്രീകരിച്ച് ഒരു അധോലോകം ശക്തിപ്പെടുകയുണ്ട്. ഒരു അധോലോകം, ലോകത്തെല്ലാ സമ്പന്ന നഗരത്തിനും പാരലായിട്ട് ഒരു രാഷ്ട്രീയ അധോലോകമുണ്ട്, ഒരു സാമ്പത്തിക അധോലോകമുണ്ട്. കുഴൽപ്പണത്തിന്റെ, സ്വർണ്ണക്കടത്തിന്റെ, ദുർമാർഗവൃത്തിയുടെ, അനാവശ്യമായ ഇടപാടുകളുടെ, ചൂതുകളിയുടെ ഒരു വലിയ സമാന്തര ലോകം അവിടെ സൃഷ്ടിക്കപ്പെടും. ഇവർ രണ്ടും കാലങ്ങൾക്കപ്പുറത്ത് ബൈബിൾ പ്രവചിച്ച രീതിയിലേക്ക് നമുക്കൊന്ന് പോകാം. സക്രിയ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. സക്രിയ 5:5 മുതൽ. സക്രിയ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 5 മുതൽ ഒന്ന് വായിച്ചോളൂ. അഞ്ചു മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കണം. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. വായിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. നിങ്ങളിൽ ഒരാൾ വായിച്ചാൽ കൊള്ളാം. ഞാന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങളിൽ അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു എന്നോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അനന്തരം
എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു, ഈ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചു. ബാക്കി. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നത് ആയ ഒരു ഏഫ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദൂതൻ ഒരു കാഴ്ച സക്കറിയാവിന് കൊടുക്കുകയാണ്. സക്കറിയ ഒരു കാഴ്ച കാണുന്നു. ഒരു ഏഫ. ഏഫ എന്ന് പറഞ്ഞാൽ വികാസന്മാർക്കറിയാം, മറ്റു സഹോദരങ്ങൾക്ക് അറിയില്ല ഏഫ എന്താണ്. ഏഫ ഒരളവ് പാത്രമാണ്. തെളിവ് തരാം. എസക്കേൽ 45:10. ഇപ്പൊ വായിക്കണ്ട, കുറിച്ചിടുന്നവർ കുറിച്ചിട്ടാണ്. ഒരളവ് പാത്രം. നമ്മുടെ നാട്ടില് നെല്ലളക്കാൻ പണ്ട് ഉപയോഗിച്ച പറ പോലെ ഒരു ഉപകരണം. പാടം ഒന്ന പറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലോ. ഒരു പറ, 2 കൊളുത്തുള്ള ധാന്യമളക്കുന്ന ഒരു ഉപകരണം. ഇസ്രായേൽ ഇത് എണ്ണ ഇളക്കാനും ഉപയോഗിച്ചിരുന്നു. എണ്ണയ്ക്കും വീഞ്ഞിനും അതുപോലെ ധാന്യമണികളും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അളവ് പാത്രം. പ്രവാചകൻ കണ്ടത് ഒരു അളവ് പാത്രം. അതാ ദർശനത്തിൽ കണ്ടത്. അളവ് പാത്രം അഥവാ പറ എന്ന് ഞാൻ പറഞ്ഞു. ഇത് പഴയ ആളുകൾക്ക് കുറെ പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു. ഒന്നും മനസ്സിലാകാതെ ചില ചെറുപ്പക്കാര് ഇവിടെ ഉണ്ട്. അവരുടെ മുഖം എനിക്ക് കാണാം. അവർക്ക് വേണ്ടി ഈ പറ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തത് കൊണ്ട് ഞാനൊരു വേർഷം മാറ്റിയിടുകയാണ്. അനിയൻ സാമുവൽ സാറും ഒക്കെ ഉണ്ട്. അവർക്ക് തെറ്റിദ്ധാരണ വരരുത്. ഞാൻ തൽക്കാലത്തേക്ക് ഈ പറ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു അണ്ടാവെന്നങ്ങ് മാറ്റുക. അതിന് കുഴപ്പമില്ലല്ലോ. ഇനി പുറത്തു പോലത് അയാൾ ഒരു അണ്ടാവ് ദർശനത്തിൽ കണ്ടു. അല്ലെങ്കിൽ ഒരു ബിരിയാണി ചെമ്പ്, നമുക്കിഷ്ടമുള്ള സാധനമാണ്. ഒരു ബിരിയാണി ചെമ്പ് ദർശനത്തിൽ കണ്ടു. അതുപോലെ ഇരിക്കുന്ന ഒരു പാത്രം, 2 കൊളുത്തൊക്കെ ഉണ്ട്. ഇനി ബാക്കി വായിച്ചു. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു. അപ്പോൾ പാത്രത്തിലുള്ളത് സകല ദേശത്തിലുമുള്ളവരുടെ അകൃത്യം. സകല ദേശത്തുള്ളവർ. അതിന് നോർത്തേൺ റീജിയനോ മിഡ് വെസ്റ്റ് റീജിയനോ ഒന്നും വ്യത്യാസമില്ല. നമ്മുടെ എല്ലാ അകൃത്യം, സകല ലോകത്തിലുമുള്ളവന്റെ അകൃത്യം ഒരു പാത്രത്തിൽ ഇരിക്കും. പിന്നെ വായിച്ചോളൂ. പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. അടുത്ത ഒരു ഈയപ്പലകയാണ്. വട്ടത്തിലുള്ളൊരു ഈയപ്പലക. അത് നമ്മുടെ പാത്രത്തിന്റെ അടപ്പാണ്. ബിരിയാണി ചെമ്പിന്റെ അടപ്പാണ്, അല്ലെങ്കിൽ ഏഫയുടെ അടപ്പ്. ഇതല്ല വിചിത്രം. ഇവിടെ ഏബയുടെ അകത്ത് ഒരു സഹോദരി ഇരിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സ്ത്രീ എന്നാണ്. ഞാൻ പിന്നെ ഈ സഹോദരിമാർക്ക് വലിയ സ്വാതന്ത്ര്യമുള്ളൊരു കാലമാണ്, വളരെ ഫ്രീഡം ഉള്ളൊരു കാലമാണ്. നമ്മൾ കയറി ചുമ്മാ സ്ത്രീ എന്നൊക്കെ വിളിച്ചാൽ കളിയെന്ന് മാറും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ജോസഫൈനൊക്കെ രാജിവെച്ചിട്ട് നിൽക്കുക നിസാര കാര്യത്തിന്. അപ്പൊ അങ്ങനെ സമയത്ത് ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കണില്ല. ഒരു സ്ത്രീ എന്നുള്ളത് നമുക്ക് അതും മാറ്റാം. ഈ ഏഫയുടെ അകത്ത് നമ്മുടെ പെന്തക്കോസ്ത് ഭാഷയിൽ പറയാം, ഒരു അമ്മാമ ഇരിക്കും, അല്ലെങ്കിൽ ഒരു ആന്റി ഇരിക്കും. വിരോധം ഇല്ലല്ലോ. അപ്പൊ ഈ അളവ് പാത്രത്തിൽ ഇരിക്കൊണ്ട് നമുക്ക് വിളിക്കാം ഒരു പാത്രം ആന്റി, അല്ലെങ്കിൽ ഒരു പാത്രം അരി എന്നൊക്കെ പറയുന്നു. ഒരു പറ നിറച്ച അരി എന്ന് പറയുന്നു. ഒരേവ നിറച്ച് ഒരു ആന്റി. അതിനെ അടച്ചു. വിചിത്രമായൊരു ദർശനം. അന്നേരം ചില ആളുകൾ നമ്മളെ കളിയാക്കുന്നു, ഇങ്ങനെയൊക്കെ ദർശനം കാണുമോ? വിചിത്ര ആ ദർശനമൊക്കെ കാണുന്നു. അപ്പോഴത് വ്യാഖ്യാനങ്ങളൊക്കെ കാണും. അതിന് നമ്മുടെ മാനുഷിക യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാ ഈ ദർശനത്തിലൊക്കെ കാണുന്നത്. ഒരു പാത്രത്തിൽ ഒരു ആന്റി ഇരിക്കുന്നു. അപ്പോ ദൂതൻ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. വായിച്ചോളൂ. വായിക്കാം. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞു അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ദൂതൻ ഈ സ്ത്രീക്കൊരു പേരിട്ടു, വിക്കട്ട്നെസ് ആണ്. ദുഷ്ടതയാണവൾ, വിക്കടാണവൾ, ക്രൂരയാണ് അവളൊപ്പം ഇരിക്കുന്നത്. അകൃത്യത്തിന്റെ പാത്രത്തിൽ
അവളെ കയ്യിലിരിപ്പ് ദുഷ്ടത, മ്ലേച്ഛതക്കകത്ത് ദുഷ്ടത, രണ്ടുകൂടെ ചേരും. ഇതിനകത്തിരിക്കുക അവൾ. അപ്പൊ അവളിങ്ങനെ അതിനകത്ത് നിന്ന് ഇറങ്ങി പോകാതിരിക്കാനാകണം ഈ പാത്രത്തിൽ ഇവളെ അടച്ച് ടൈറ്റാക്കി. ഇനിയാണ് അടുത്ത വിചിത്ര കാഴ്ച. വായിച്ചോളൂ. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. പിന്നെയും വരുന്നുണ്ട്. നമ്മുടെ വനിതാ സമാജം പോലെ പോരുകയാണ്. അടുത്തടുത്ത രണ്ട് സ്ത്രീകൾ കൂടി പോരുകയാണ്. ഒരു സ്ത്രീയെ പാത്രത്തിലിട്ട് അടച്ചതും പോരാ, രണ്ട് ആന്റിമാര് പിന്നെ വരിക. അവരെന്താ ചെയ്യുന്ന നോക്കാം, നോക്കിയാട്ടെ. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു, അവർക്ക് പെരിഞ്ഞാറയും ചിറകു പോലെ ചിറകുണ്ടായിരുന്നു. അത് കൺസ്ട്രക്ഷൻ തിരിഞ്ഞു വരണം ഈ പരിഭാഷയുടെ. വായിച്ചാലിന്റെ കുഴപ്പമല്ല, തിരിച്ചായിരുന്നു പരിഭാഷ വരണം. അവയ്ക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളെ കണ്ടോ, ചിറകുള്ള, പറക്കാൻ ശേഷിയുള്ള, പെരിഞ്ഞാറയുടെ ചിറകുള്ള രണ്ട് സ്ത്രീകൾ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കര ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരുമില്ല. നമ്മുടെ ആൾക്ക് വിവരം ഉണ്ടാവുണ്ടാ. ചിലടത്ത് ആളുകൾ എന്താ ശ്രദ്ധിക്ക് പറയുന്ന അറിയില്ല, അങ്ങ് കൈപൊക്കി കഴിഞ്ഞാ ബാക്കി. ഏതായാലും അങ്ങനെ ആരെയും കണ്ടില്ല, പോട്ടെ. പെരിഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുള്ള രണ്ട് സ്ത്രീകൾ പുറത്തു വന്നു. അടുത്തത്, അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. വിട്ടില്ല. അവര് രണ്ടും ഈ ബിരിയാണി ചെമ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് ആ കൊളുത്തെ പിടിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കൂടി പറന്നൊരു പോക്ക്, അതിവേഗത്തിൽ പറന്നു. അപ്പോൾ അടുത്തതെന്താ, വായിച്ചോളൂ. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് ഈ തോന്നുന്ന പോലൊരു വ്യാഖ്യാനം പറഞ്ഞാൽ അത് തെറ്റിപ്പോകും. പണ്ടൊരിക്കലേ ഈ പിക്കാസോ എന്നൊരു ചിത്രകാരനുണ്ട്. ഈ പിക്കാസോയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ 3-4 സുഹൃത്തുക്കളും. അപ്പൊ അദ്ദേഹം പണിപ്പുരയില് വൃക്ഷമെല്ലാം വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഒരു സ്ക്രീൻ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ക്രീനില് കുറെ വരകൾ കണ്ടു. അപ്പോൾ ഈ കൂട്ടുകാർ തമ്മിൽ പറഞ്ഞു, ഇത് എന്തായിരിക്കും പിക്കാസോ വരച്ചത്? അപ്പൊ പറയാൻ തുടങ്ങി. അത് ഒരാൾ പറഞ്ഞു, അനന്തമായ നീലാകാശമാണ് ആ വരച്ചിട്ടേക്ക്. അടുത്ത ആൾ പറഞ്ഞു, അല്ല, അത് കടലാണ്, നീലക്കടലാണ്. നീലക്കടല് അതിന്റെ ഓളം അലതല്ലെന്നാണ് കണ്ടത്. മറ്റൊരാൾ പറഞ്ഞു, നമ്മുടെ മനസ്സിന്റെ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന എങ്ങനെയാണെന്നാണ് പിക്കാസോ വരച്ചേക്കുന്നത്. അല്പം കഴിയുമ്പോൾ പിക്കാസോ വന്നു. പിക്കാസോട് തന്നെ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ വരച്ചേ? പുള്ളി പറഞ്ഞു, ഞാനൊന്നും വരച്ചില്ലല്ലോ. ഈ കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനത് വര കഴിഞ്ഞിട്ട് ബ്രഷ് തൂത്തതാന്ന് പറഞ്ഞു. പടം വരച്ചല്ല, യഥാർത്ഥ വര കഴിഞ്ഞത് തൂത്ത് വിട്ടതാണ്. അപ്പം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് എവിടേക്ക് പോകും എന്നുള്ളതാണ് ഈ പറയുന്നത്. അതിന് പറ്റൊരു കാര്യമുണ്ട്, ദൂതൻ അടുത്ത് നിൽക്കുകയാണ്. പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? യോഹന്നാനെല്ലാം ദൂതനോട് ചോദിച്ചാണ് അർത്ഥം ഗ്രഹിച്ചത്. ഒരു ദൂതൻ അരികിൽ നിൽക്കുക. ഇവിടെയും ദൂതനുണ്ട്. സക്കറിയാവ് ഈ തനിക്ക് ദർശനം കാട്ടിക്കൊടുത്ത ദൂതനോടൊരു ചോദ്യം, അല്ലയോ ദൈവദൂത, പറയൂ, എന്താണ് ഞാൻ ഈ കണ്ട കാഴ്ച? ഏവയ്ക്കുള്ളിൽ ഒരു സ്ത്രീയെ അടച്ചുകൊണ്ട് രണ്ട് സ്ത്രീകൾ പെരിഞ്ഞാറയുടെ ചിറക് ധരിച്ച് അതിവേഗത്തിൽ പറന്നു പോകുന്നത് എവിടെ? ഇത് എന്ത്? മറുപടി വായിച്ചോളൂ. വായിക്കാം. അതിന് അവൻ, ഷിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു, അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. കേട്ടു. എന്താ പറഞ്ഞത്? എവിടെ പോവാണ്? അവൾക്കൊരു വീട് വേണം. ആർക്ക്? ഈ ദുഷ്ടതയാകുന്ന സ്ത്രീക്ക്. ആ ഏവ എന്ന അളവ് പാത്രം കൊണ്ട് അവിടെ വെക്കണം. കൂടെ അവൾക്കൊരു വീടും പണിയണം. ഈ വീട് പണിയുന്ന സ്ഥലം പറയുക, ഷിനാർ ദേശം. ഷിനാർ ദേശം എന്ന് പറഞ്ഞാണ് നമ്മൾ രണ്ടാം ദിവസത്തെ പഠനം ആരംഭിച്ചത്. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ഏരക്ക്, അക്കാദ്, കൽനേ ഇവയായിരുന്നു. ഷിനാർ മെസോപ്പൊട്ടേമിയ, ആധുനിക ഇറാഖ് ഉൾക്കൊള്ളുന്ന മധ്യപൂർവ്വദേശത്ത് അവൾക്ക്
ഒരു വീട് പണിയണം. ആർക്ക്? വ്യാപാര ഏവയ്ക്ക്. ആ ഏവയ്ക്കുള്ളിൽ ഒരു സ്ത്രീ ദുഷ്ടതയായിരിക്കുന്നു. അളന്നും തൂക്കിയും സാധന സാമഗ്രികൾ വിറ്റഴിക്കുന്ന ഒരു കൊമേഴ്സ്യൽ ഏവ, വേൾഡ് ട്രേഡ് സെന്ററിനെ വെല്ലുന്ന, അതല്ലെങ്കിൽ ലോകോത്തരം ആളുകളെ വെല്ലുന്ന, എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്ന, കടകമ്പോളങ്ങൾ കൊണ്ട് സജീവമായ ഒരു ലോകം അവിടെ വിവക്ഷിക്കപ്പെടുന്നു. അത് ഉണ്ടാകാൻ പോകുന്നത് ഇറാഖ് കേന്ദ്രീകരിച്ചാണ്. ഇത്തരത്തിൽ അവിടെ ഇറാഖിനെ ഇനി പണിയുന്നത് അവിടുത്തെ അറബിയൊന്നും ആയിരിക്കില്ല, അത് ഒരു രാഷ്ട്രക്കാരുമല്ല. ലോകത്തിലെ കോടീശ്വരന്മാർ, ബിൽഗേറ്റ്സിനെ പോലെ, പാൻഡലൂണിനെ പോലെ, നമ്മുടെ നാട്ടിലെ പ്രമുഖ കോടീശ്വരന്മാരായ അംബാനിമാരെ പോലെ, അസിം പ്രേംജിയെ പോലെ, ഇങ്ങനെയുള്ള ലോക കോടീശ്വരന്മാർ, വിപ്രോയെ പോലൊക്കെയുള്ള കോടീശ്വരന്മാർ മുതൽ മുടക്കിക്കൊണ്ട് ഈ സ്ഥലത്ത് ലോക നിലവാരമുള്ള എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്ന ഒരു വിപണി സജ്ജീകരിക്കാൻ പോകും. ഇനിയുള്ള കാലത്ത് അവരെ കേന്ദ്രീകരിച്ചല്ലാതെ കച്ചവടങ്ങൾ നടക്കാത്ത വിധം ഇത്തരം മൾട്ടി നാഷണൽ കമ്പനികൾ ഇവിടെ ആധിപത്യം ചെലുത്താൻ പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 10-15 വർഷം മുമ്പുള്ള എൻ്റെ ഇതിനെക്കുറിച്ചുള്ള പ്രസംഗം കിടപ്പുണ്ട്. അന്നത് പറഞ്ഞു മുഴുമിപ്പിക്കാനും തെളിയിക്കാനും പ്രയാസമായിരുന്നു. കാരണം ഇന്റർനെറ്റ് വ്യാപാരങ്ങളെക്കുറിച്ച്, നാണയമില്ലാത്ത കച്ചവടങ്ങളെക്കുറിച്ച്, കറൻസി നോട്ട് ആവശ്യമില്ലാത്തതിന്റെ കാര്യങ്ങളെക്കുറിച്ച്, നമുക്കിടയിലെ ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളില്ലാതെ സാധന സാമഗ്രികൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞപ്പോൾ പലരും അത് വിശ്വസിച്ചില്ല. പറഞ്ഞു തെളിയിക്കാൻ തന്നെ എനിക്ക് ഭാഷയും അന്നത്തെ ഇന്നുണ്ട ഉള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ചും അന്ന് അറിവില്ലായിരുന്നു. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇന്നത്തെ കാലം തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് ഞാൻ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്, പുതിയൊന്നും ചേർക്കല്ല. അതുകൊണ്ട് പറയട്ടെ, എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്ന വിപണിയായിട്ട് ഈ രാജ്യം ശക്തിപ്പെടുമ്പോൾ ബാക്കി ലോകത്തിലെ കടകമ്പോളങ്ങൾ ഇതിനോട് പിടിച്ചു നിൽക്കാനാവാതെ അവയൊക്കെ പൊട്ടിത്തകരുന്ന ഒരു സ്ഥിതി വരും. അത് ഞാൻ വിശദീകരിച്ച് പറയാം. എന്തൊക്കെ അവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ലോകത്തിലെ വ്യാപാരികൾ സംഭവിക്കാൻ പോകുന്ന ഇതര പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാം. വെളിപ്പാട് 18:10 മുതൽ ദയവായി വായിച്ചുകൊള്ളുക. വെളിപ്പാട് 18:10 മുതൽ. വെളിപ്പാട് 18:10 മുതൽ. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. അയച്ചോളൂ. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, ഇത്രയും നിർത്തി. ഇനി അടുത്ത വായിക്കേണ്ടി വരും, അത് പ്രിപ്പയർ ചെയ്തോളൂ. ഞാൻ ഇവിടെ വരെയുള്ളത് പറയാം. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, ഇവയെ ചേർത്തൊരു പേര് പറയാം, ജുവൽസ്. ലോക നിലവാരമുള്ള ജുവലറികൾ ഇറാഖ് പട്ടണത്തിൽ വിറ്റഴിക്കപ്പെടാൻ പോകുന്നു. മേന്മ കൊണ്ട്, വിലക്കുറവ് കൊണ്ട്, ഭംഗി കൊണ്ട് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ജുവലറികൾ ഇറാഖ് പട്ടണത്തിൽ വരാൻ പോകുന്നു. അവിടുത്തെ വിലയോടും ഗുണമേന്മയോടും പിടിച്ചു നിൽക്കാനാവാതെ ലോകത്തിലെ ഇതര സ്വർണ വ്യാപാരികൾക്ക് വലിയ തകർച്ച വരാൻ പോകുന്നു. ഇത് പറയാൻ കാരണം, ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും നാട്ടിൽ കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഇറാഖിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന അത്തരം വ്യാപാര, ഇറാഖിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് കേന്ദ്രീകരിച്ചുണ്ടാകാൻ പോകുന്ന ഈ വ്യാപാര ശൃംഖലയിൽ രൂപപ്പെട്ടു വരുന്ന ഉൽപ്പന്നങ്ങൾ ലോക്കലായിട്ട് വിറ്റഴിക്കുന്ന ഏജൻസികളായി
ഫ്രാഞ്ചൈസികളായി ഒക്കെ ചുരുങ്ങേണ്ടി വരും. നമ്മുടെ നാട്ടിലും ഇവയൊക്കെ കിട്ടും. പക്ഷേ ഉൽപ്പന്നത്തിന്റെ പ്രഭവ കേന്ദ്രം, ഉൽപാദനം നടക്കുന്ന ഇടം ഇവിടമായിരിക്കില്ല. അത്തരം കച്ചവടക്കാർ ലോക വിപണി കീഴടക്കും. അപ്പോൾ അവിടെയുള്ള അത്തരം ഏറ്റവും നല്ല കടകമ്പോളങ്ങൾ അവിടെ ഉണ്ടാകും. ഞാനൊന്ന് അവയൊന്ന് ഏകദേശം പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും പിന്നെ ആദ്യം മുതൽ വായിക്കേണ്ടി വരും. നമുക്ക് അടുത്തടുത്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. വായിച്ചോളൂ. നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടും ചുവപ്പ്, ചന്ദനത്തരങ്ങൾ. അവിടെ നിർത്തും. ധൂമ്രവസ്ത്രം, പട്ട്, കടും ചുവപ്പ്, ഇത് ഏറ്റവും നല്ല വസ്ത്രവിപണി, ടെക്സ്റ്റൈൽസുകളുടെ വിപണി ഇറാഖ് പട്ടണത്തിലോ ദുബൈ പോലെയുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന ടൗണുകളോ കേന്ദ്രീകരിച്ച് വലിയ വ്യാപാര ശൃംഖല ഉണ്ടാകാൻ പോകും. കടൽ മാർഗം, കരമാർഗം, ആകാശമാർഗം ലോകത്തിന്റെ എല്ലായിടങ്ങളിലേക്ക് സഞ്ചരിക്കാനും ഉൽപ്പന്നങ്ങൾ കൊണ്ടു കൊടുക്കാനും കഴിയുന്ന അതിന്റെ ജോഗ്രഫിക്കൽ സ്ട്രക്ചറാണ് ഈ സ്ഥലത്തെ ആളുകൾക്ക് പ്രിയങ്കരമാക്കുന്നത്. എല്ലായിടത്തേക്കും പോകാനുള്ള ദൂരപരിധി, കടലിലൂടെയുള്ള യാത്ര, കരയിലൂടെയുള്ള റോഡ് മാർഗമുള്ള യാത്ര, വ്യോമഗതാഗതം, ഇതെല്ലാം എളുപ്പം സാധ്യമാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഈ നഗരങ്ങളെ തിരഞ്ഞെടുത്ത് ഭൂമിയിലെ വ്യാപാരികൾ മുതലിറക്കി ഈ നഗരത്തെ പുനർനിർമ്മിക്കാൻ പോകുന്നു. നല്ല ടെക്സ്റ്റൈൽസുകൾ, നല്ല തുണിത്തരങ്ങളുടെ വ്യാപാരം. അടുത്തത് വായിച്ചോളൂ. അടുത്തത് കേൾക്കാമോ? അടുത്ത വാക്യം. കേൾക്കുന്നുണ്ടോ? അടുത്ത വാക്യം വായിച്ചു തരാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള വിവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമര കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം. നിൽക്കുന്നുണ്ട്. ഇന്റീരിയൽ ഡെക്കറേഷന് വേണ്ടവ. ഞാൻ പണ്ട് ഇതൊക്കെ കേരളത്തിൽ പ്രസംഗിക്കുമ്പോൾ ആൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. ഗൾഫിലേക്ക് ചെല്ലുക. ഇന്റീരിയൽ ഡെക്കറേഷൻ ഇപ്പൊ കേരളത്തിലുമായിട്ടുണ്ട്. വിപണി വളരെ സജീവമാണ്. ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിനേക്കാൾ വലുതാണ് ഇന്റീരിയൽ വളരെ ഭംഗിയായി ചെയ്ത് വാസയോഗ്യമാക്കി തീർക്കുക എന്ന വിപണി. വിലയേറിയ മരവും പിച്ചളയും മർമരക്കല്ലും ആനക്കൊമ്പും കൊണ്ടുള്ള സകലവിധ സാമാനങ്ങളും വിറ്റഴിക്കപ്പെടുന്ന, നിർമ്മാണ സാമഗ്രികൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു വലിയ വിപണി ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തിപ്പെടും. പിന്നെ അടുത്ത വായിച്ചോളൂ. ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ. സ്പൈസസ് ആൻഡ് പെർഫ്യൂം ഐറ്റംസ്. സ്പൈസസിന്റെ വലിയ വിപണി, പെർഫ്യൂം ഐറ്റംസിന്റെ വിപണി, ധൂപവർഗങ്ങളുടെ വിപണി, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി. അപ്പോൾ അടുത്തത് കൂടി വായിച്ചോളൂ. വീഞ്ഞ്. വീഞ്ഞ് മദ്യത്തിന്റെ പ്രതീകമാണ്. വീഞ്ഞ്, എണ്ണ, ഈ രണ്ട് പ്രയോഗങ്ങൾ കാണും. എണ്ണ ഇന്ധനത്തിന്റെ പ്രതീകമാണ്. ഇന്ധന വിപണി ശക്തിപ്പെടും. വീഞ്ഞിന്റെ വിപണി, വ്യത്യസ്ത തരത്തിലുള്ള മദ്യത്തിന്റെ വിപണി ശക്തിപ്പെടും. ഇനി അടുത്തത് നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം. ഇവിടെ കാണുന്നത് ഭക്ഷ്യവസ്തുക്കളാണ്. രുചി വർദ്ധിപ്പിക്കുന്ന, നിറവും മണവും അതുപോലെ മനോഹാരിതയും ഉള്ള ബ്രാൻഡഡ് ഐറ്റംസ്. പഴയ കൃഷിരീതി മാറിയിരിക്കുന്നു. കർഷകൻ നിലമുഴുത് വിത്ത് വിതച്ച് അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന പഴയ രീതിയിൽ നിന്ന് ഹൈടെക് കൃഷി സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ നൂതനങ്ങളായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ജനിതക ഘടനയ്ക്ക് മാറ്റം വരുത്തിയ വിത്തുകൾ കൊണ്ടുണ്ടാക്കുന്ന നൂതനമായ ആഹാര സാധനങ്ങൾ. വാൾമാർട്ട് പോലെയുള്ള കമ്പനികൾ ഇതിന്റെ വലിയ വിപണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇവയുടെ അതിശക്തമായ
വ്യാപാര ശൃംഖല ഉണ്ടാകും എന്ന് ബൈബിൾ പഠിപ്പിക്കുക. ഒരു നേരം കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ തൃപ്തി, സുഖദായകമായ ഉന്മേഷം പകരുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന വിപണി, അത് ഇറാഖ് പട്ടണത്തിൽ ശക്തിപ്പെടും. അടുത്തത് അവിടെ പറയുന്നത് ആട്, അതുപോലെ മറ്റു മൃഗങ്ങളെ കുറിച്ച് പറയും. ഇവ മാംസത്തിന്റെയും പാലിന്റെയും വിപണിയാണ്, ഇവ ശക്തിപ്പെടും. അടുത്തത് മറ്റൊന്നുകൂടി നമ്മൾ വായിച്ചു, രഥവും കുതിരയുമാണ്. അവ വാഹന വിപണിയുടെ പ്രതീകമാണ്. രഥവിൽപ്പന, കുതിരകളുടെ വിൽപ്പന, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഏറ്റവും നല്ല വാഹന വിപണി. ഇവ ഈ മേഖലകളിൽ ശക്തിപ്പെടും. അവസാനം പറഞ്ഞ രണ്ട് ഭാഗങ്ങളുണ്ട്. മനുഷ്യന്റെ ദേഹവും മനുഷ്യന്റെ പ്രാണനും അവിടെ വിൽപ്പനയ്ക്ക് വെക്കും. മനുഷ്യന്റെ പ്രാണനും മനുഷ്യന്റെ ദേഹവും വിൽപ്പനയ്ക്ക് വെക്കും എന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനം പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് നേരം കിട്ടുമെന്നറിയില്ല. തൊട്ടു തുടങ്ങിയാൽ ഏറെ വിശദീകരിച്ചു പോകേണ്ട ചില വിഷയങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ചികിത്സയോട് ബന്ധപ്പെട്ട്, അതുപോലെ ദുർമാർഗവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒക്കെ സംഭവിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ, നൂതന പരീക്ഷണങ്ങൾ, പുതിയ പുതിയ കണ്ടെത്തലുകൾ, മനുഷ്യന്റെ ത്വക്കിന്റെ നിറം മാറ്റുന്ന, അതുപോലെ തന്നെ മനുഷ്യന് പ്രായം എത്ര കൂടിയാലും തോന്നിപ്പിക്കാത്ത വിധത്തിൽ അവന്റെ ശരീരക്ഷീണങ്ങളെ മാറ്റിയെടുക്കുന്ന പലതരത്തിലുള്ള ഗവേഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, പഠനങ്ങൾ ശാസ്ത്രലോകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം നടത്തിക്കൊടുക്കുന്ന ലബോറട്ടറികൾ, ക്ലിനിക്കുകൾ, ഇവ ഇറാഖ് പട്ടണത്തിൽ ശക്തിപ്പെടും. അവ സവിസ്തരം പറയാൻ നമുക്ക് നേരമില്ല. ഞാന് എന്തിനാണ് ഇത്രയും നീട്ടി പറഞ്ഞത് വിശദീകരിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം നമ്മൾ പറഞ്ഞത് ഈ പട്ടണം 18:10 മുതൽ ഒന്നുകൂടി വായിച്ചോളൂ. വായിക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടി വായിച്ചാൽ എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനതിനെ ആകത്തുകയിൽ നിന്ന് പറഞ്ഞതാണ്. അത് 1 by 1 ആയിട്ട് ഒന്നുകൂടി വായിച്ചോളൂ. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. അടുത്തത് ഭൂമിയിലെ വ്യാപാരികൾ ഭൂമിയിലെ വ്യാപാരി എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ നമ്മൾ അറിയുന്ന നമ്മുടെ ഏതെങ്കിലും വേണ്ടപ്പെട്ടവരോ ചെറിയ കടകളോ കമ്പോളങ്ങളോ നടത്തുന്ന അല്ല. കാരണം അവര് നമ്മുടെ നാട്ടിലെ ഒരു വ്യാപാരിയാ. നമ്മുടെ നാട്ടിലെ കോടീശ്വരൻ നീല് പെടില്ല. ഭൂമിയിലെ വ്യാപാരികൾ, MNCകൾ, മൾട്ടി നാഷണൽ കോർപ്പറേറ്റുകൾ, ലോക ഭീമന്മാർ മുതലിറക്കിക്കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ നഗരത്തെ എങ്ങനെ പുതുക്കിപ്പണിയും എന്ന് പറയുകയാണ്. എന്നിട്ട് പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, ഇവിടെ ഇത്തരത്തിലുള്ള വ്യാപാരം വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഇതര കടകമ്പോളങ്ങൾ പൂട്ടും. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം, ഇവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മൂല്യം കൂടുതൽ, വില കുറവ്. മാത്രമല്ല അത് എളുപ്പത്തിൽ ഏതൊരാൾക്കും വാങ്ങാൻ കഴിയത്തക്ക വിധം നമുക്ക് ഹോം ഡെലിവറി കിട്ടുന്നു. അടുത്തത്, അതിന് EMI വേണമെങ്കിൽ, കടം വേണമെങ്കിൽ ലഭിക്കുന്നു. ഒരു തലമുറ കൊണ്ട് പരിഹരിക്കാൻ വയ്യാത്ത കടം അടുത്ത തലമുറയ്ക്ക് വീടാൻ കഴിയുന്ന സൗകര്യങ്ങൾ ചെയ്തു വെക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏതൊരാൾക്കും അനായാസേന വാങ്ങാൻ കഴിയുന്ന, നമ്മുടെ പണത്തെ മറ്റൊരു വിധത്തിൽ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകളുടെ ആ ബുദ്ധി, ആ വിവേകം അവിടെ ഒരിക്കൽ കൂടി വർക്കൗട്ട് ആകും. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ പ്രാദേശിക കടകൾ പൂട്ടിപ്പോകും. അതിന്റെ കാരണം, ഇവരുടെ മോതിരം അല്ലെങ്കിൽ ഇവരുടെ മാല അത് എവിടെങ്കിലും നഷ്ടപ്പെട്ടാൽ, ഏത് കടലിനടിയിൽ നഷ്ടപ്പെട്ടാൽ, ഏത് കള്ളൻ അപകരിച്ചാലും അത് കണ്ടുപിടിച്ച് തിരിച്ചു തരത്തക്ക വിധം ഈ മാലകളിൽ, ഈ ആഭരണങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ആ വെരിച്ചിപ്പുണ്ട്. അതിലൂടെ സെൻസറുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് നഷ്ടപ്പെട്ടത്, എപ്പോഴാണ് നഷ്ടപ്പെട്ടത്, ഇവയെല്ലാം പ്രോഗ്രാം ചെയ്യാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ കള്ളന് പോലും ജീവിക്കാനാവാത്ത ഒരു പരിസ്ഥിതി സംജാതമാകും. വചനം പറയാണ്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു, ആർക്കും ഒന്നും ചെയ്യാനാവാത്ത, രഹസ്യങ്ങളില്ലാത്ത ഒരു കാലം വരുന്നു. ഇത്തരത്തിലൊന്നിലേക്ക് ലോകം വഴുതിപ്പോകുന്ന ദയനീയ കാഴ്ചകൾക്കാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല വസ്ത്രവിപണി ഇവിടെ ശക്തിപ്പെടും. ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ ശക്തിപ്പെടുമ്പോൾ ഒറ്റ ഫോൺ കോൾ കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ഇന്ന് ഉൽപ്പന്നങ്ങൾ എത്തുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ സ്റ്റുഡിയോ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് വേണ്ട പല കാര്യങ്ങളും നമ്മൾ കോട്ടയത്തൊക്കെ പോയി ചോദിച്ചാൽ വലിയ വിലയാണ്. ഇതേ വസ്തു കോട്ടയം വരെ പോകാതെ നമ്മൾ നെറ്റിൽ കണ്ടിട്ട്
ആമസോൺ വഴിയോ ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ ആ സാധനം 10,000-2000 രൂപ വില കുറച്ച് ആ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ കൊണ്ടുതരും. അത് കൊള്ളൂല എന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ഉടൻ അവർ വന്ന് മാറ്റിത്തരും, അല്ലെങ്കിൽ പണം റീഫണ്ട് ചെയ്യും. ഇത്രയും വ്യാപാര ശൃംഖല വർദ്ധിച്ചിരിക്കുന്ന ലോകത്ത് നമ്മുടെ പഴയ സങ്കല്പങ്ങൾ മാറാൻ പോകുന്നു, ജീവിത രീതികൾ മാറാൻ പോകുന്നു. ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവരുടെ ജീവിത രീതികൾ 10 കൊല്ലം മുമ്പേ മാറിയിട്ടുണ്ട്, 10-15 കൊല്ലം മുമ്പേ മാറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ അത്തരം സിസ്റ്റങ്ങൾ മാറാൻ പോകുന്നു, വിപണിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാൻ പോകുന്നു, ജീവിത സങ്കല്പങ്ങൾ മാറാൻ പോകുന്നു. ഇത്തരം തിരക്കേറിയ ഒരു ലോകത്തിന്റെ വിപണി ഈ പട്ടണങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവരാൻ പാകത്തിന് ഇന്ന് നമ്മൾ കണ്ടു ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുന്നു, അതിശക്തമായിട്ടുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നു. ഞാനിത് പറയുമ്പോൾ വർഷങ്ങൾക്കപ്പുറത്ത് 2010 മറ്റാണെന്ന് തോന്നുന്നു, 10-ലാണോ 2006-ലാണോ ഒരു വസ്തുത പ്രസംഗിച്ചത് ഓർമ്മയിൽ വരുന്നു. അത് ഒരു പക്ഷേ വീഡിയോ വല്ല ഇതിനകത്ത് കണ്ടേക്കും. അത് ഇതായിരുന്നു, ഈ നമ്മുടെ നാട്ടിൽ അന്ന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഒരു എക്സ്പ്രസ് ഹൈവേ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 6 വരിപ്പാത. ഈ 6 വരിപ്പാത എന്നുള്ള സങ്കല്പം ഉണ്ടാകുമ്പോൾ 2 വരിയുള്ള റോഡുകളാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ അക്കാലത്ത് പ്രസംഗിച്ചിരുന്നു, ഇത്തരം റോഡുകൾ വരാൻ പോകുന്നു, അതിവേഗ പാതകൾ, മെട്രോകൾ, ഇതൊക്കെ വരാൻ പോകുന്നു. വളരെ കൃത്യമായിട്ട് അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ റോഡുകളുടെ ഇപ്പോൾ അങ്ങനെ പ്രശ്നം വന്നപ്പോൾ അലൈൻമെന്റ് ഒക്കെ മാറ്റി ഇരട്ടി വീതിയിലൊക്കെ റോഡുകൾ വെട്ടാൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം വളരെ മനോഹരമായിട്ടാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിൽ പ്രവർത്തിച്ചത്. നല്ല റോഡുകൾ, കേരളത്തിന്റെ ശരാശരി ജീവിതാന്തരീക്ഷത്തിൽ കിട്ടാവുന്ന നല്ല റോഡുകൾ, ആ റോഡുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട റോഡുകൾ തന്നെയാണ് 5 വർഷം കൊണ്ട് സർക്കാർ പണിതിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രവചന നിവൃത്തിയാണ്. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ റോഡുകൾ ഇവിടം കൊണ്ട് തിരിയല്ല, കർണാടക കടന്ന് മഹാരാഷ്ട്ര കടന്ന് ഈ റോഡുകൾ പോവുക. ഈ റോഡ് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ റോഡ് മുംബൈയിലൊക്കെ ഇരുന്ന് ദൈവജനം കേൾക്കുന്ന സഹോദരങ്ങളുണ്ടല്ലോ, അതുവഴിയൊക്കെ തിരികെയും റോഡുണ്ട്, അതിവേഗ കോറിഡോറുകളുണ്ട്. ലോകത്തിലെ തന്നെ അതിവേഗ കോറിഡോറുകൾ, ഏറ്റവും വലിയ ഗതാഗതം നടക്കുന്ന കോറിഡോറുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് ക്രോസ് ചെയ്ത് പല റോഡുകളെ ക്രോസ് ചെയ്താണ് നമ്മുടെ റോഡ് പോകുന്നത്. ആ റോഡ് അങ്ങ് കാശ്മീർ വരെ ചെന്ന് അവിടെ നിൽക്കില്ല. അങ്ങനെ നിന്നാൽ അതിന് ഇന്റർനാഷണൽ ഹൈവേ എന്ന് പറയാൻ പറ്റില്ല. നാഷണൽ ഹൈവേയാ. ഇന്റർനാഷണൽ അന്തർദേശീയ പാതകൾ വരണം, രാജ്യാന്തര പാതകൾ വരണം. അങ്ങനെ വരുമ്പോൾ എന്താകും എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ റോഡ് ഇവിടെ നിൽക്കുന്നു. ആ റോഡിന്റെ അപ്പുറത്ത് നിന്ന് മറ്റു രാജ്യങ്ങളും റോഡ് വെട്ടി അനിവാര്യമെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട് വീണ്ടും റോഡ് അങ്ങോട്ട് ഉണ്ടാവും. കരമാർഗമുള്ള ഗതാഗത ആവശ്യമാണ്. ഇത് ഞാൻ വളരെ ശക്തിയോടെ പ്രസംഗിച്ചാണ്. കാരണം ഇങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് വരയ്ക്കാൻ പറഞ്ഞു. എങ്ങനെയെന്ന് വെച്ചാൽ, കാശ്മീർ മുനമ്പത്ത് നിന്നൊരു റോഡ് അത് അഫ്ഗാനിസ്ഥാനിലെത്തും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആ റോഡ് നിൽക്കാതെ പോകുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളത് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു വരയിട്ട് നോക്ക്, ചെല്ലുന്നത് ഇറാഖ് പട്ടണത്തിലേക്കാണ്. എന്തിനാണിത് പറഞ്ഞതെന്ന് അറിയണ്ടേ? ഇത് എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഫോൺ ചെയ്യുന്ന മാത്രയിൽ 1-2 ദിവസത്തിനുള്ളിൽ ലോകത്തിന്റെ എല്ലായിടങ്ങളിൽ ഇതുപോലെ എത്തിക്കത്തക്ക വിധം എല്ലാ റോഡും പണ്ട് റോമിലേക്കാണെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ റോമിലേക്ക് എന്നുള്ള സങ്കല്പം മാറിയിട്ട് എല്ലാ റോഡും ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിലേക്കായിരിക്കും. റോഡ് മാത്രമല്ല, മറ്റു പാതകൾ, കിടയറ്റ വിമാനത്താവളങ്ങൾ, അങ്ങനെ എല്ലാ നിലയിലും ഈ നഗരങ്ങൾ വിപുലമാകാൻ പോകുന്നു. മാത്രമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ട്. വചനം നമ്മൾ വായിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനമുണ്ട്, ഞാൻ എടുത്തു പോകുന്നില്ല. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, വചനം പറയാണ്, ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. ധൂമ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ധൂമയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ് വാസ് ദ ഏൻഷ്യന്റ് നെയിം ഓഫ് ദുബൈ. ആ ദുബൈയിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു പറയുന്നത് കേട്ടോ. എന്താണെന്ന് കേൾക്കുക, കാവൽക്കാരാ, കാവൽക്കാരാ, രാത്രി എന്തായി? അപ്പോൾ കാവൽക്കാരൻ മറുപടി പറയാണ്, പ്രഭാതവും സന്ധ്യയും വന്നിരിക്കുന്നു, അറിയാനുള്ളത് ചോദിച്ചു കൊള്ളുക. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രഭാതവും സന്ധ്യയും കൂടെ ഒരിക്കലും ഒരു ദേശത്ത് ഒന്നിച്ചു വരില്ല. അങ്ങനെ ഒരു രാജ്യവും ലോകത്തില്ല. പ്രഭാതവും സന്ധ്യയും കൂടെ ഒന്നിച്ചു വരുമോ? പ്രഭാതവും സന്ധ്യയും എങ്ങനെ ഒന്നിച്ചു വരുന്നത്? വരില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്നുണ്ടേ, ലോകത്തിലെ എല്ലാത്തരം വിവരസാങ്കേതിക സംവിധാനങ്ങളും, എവിടെയാണ് പകല്, എവിടെയാണ് വൈകിട്ട്, എവിടെയാണ് വിപണിയിൽ ഇന്ന സാധനം ആവശ്യമുള്ളത്, എവിടെയാണ് ബഹിരാകാശപരമായിട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കാനുള്ളത്, എന്താണ് ഇനി അടുത്ത ഗവൺമെന്റുകളുടെ പ്രോജക്റ്റ്, ഇങ്ങനെ ഈ മേഖലയെക്കുറിച്ച് അനന്തമായ വിജ്ഞാന ലോകത്തിന് നമ്മൾ പേരിട്ടിട്ടുണ്ട് വിവര സാങ്കേതിക വിദ്യ. ഈ ഡിജിറ്റൽ ഇറയില് ഞാനും നിങ്ങളും
അറിവില്ലായ്മയിലും അത് കൈകാര്യം ചെയ്യാൻ പഠിച്ചു. അതുകൊണ്ടാണ് സൂമിലിരുന്ന് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ ഇത് കാണുന്നത്, മനസ്സിലാക്കുന്നത്. അറിവുകൾ പകരുന്ന, അറിവിന്റെ വെളിച്ചം ലോകത്തിലെത്തിക്കുന്ന, അറിവുകളെ കുറിച്ചുള്ള സങ്കല്പം മാറി ഒരു ഡിജിറ്റൽ റയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഇതിന്റെ എല്ലാം കേന്ദ്രം എവിടെയാണെന്നറിയണ്ടേ? അറിയിക്കുന്ന പട്ടണം, അറിവ് തരുന്ന പട്ടണം, സെന്റർ ഓഫ് ഇൻഫോർമേഷൻ. അതെവിടെയാ? ദുബൈയിലാ സെന്റർ ഓഫ് ഇൻഫോർമേഷൻ, IT, വിവരസാങ്കേതിക വിദ്യയുടെ പട്ടണം. ബൈബിൾ എത്ര കാലങ്ങൾക്ക് അപ്പുറത്താണ് ചോദിക്കുന്നത്. അറിയാനുണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളുക. പിന്നെയുണ്ട് ദ്വീപുകളെ, ഈ വചനമൊക്കെ ഉണ്ട്. ദ്വീപുകളെ എന്ന് ബൈബിളിൽ പറയുന്ന ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് ദ്വീപുകൾ ഏതാണെന്ന് പരിശോധിച്ച് നോക്കുക. ഇതെല്ലാം മിഡിൽ ഈസ്റ്റ് സെന്റേർഡായ ചില വിഷയങ്ങളാണെന്ന് അനായാസനം മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ആ വഴി ഒത്തിരി ഞാൻ പോകുന്നില്ല. മാത്രമല്ല, ശാസ്ത്ര സംബന്ധിയായ എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങളാകണം ഇനിയുള്ള കാര്യങ്ങളിൽ പറയേണ്ടത്. ഞാൻ പുസ്തകത്തിന്റെ രചനയിലാണ്. അത് എഴുതി വരുമ്പോഴേക്കും അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു പോകാം എന്നുള്ള ചിന്തയിലാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ, ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, ആ വിഷയം വിടാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുബൈ കേന്ദ്രീകരിച്ചും ഇറാഖ് കേന്ദ്രീകരിച്ചും അടുത്തടുത്ത നഗരങ്ങളെ കേന്ദ്രീകരിച്ചും ഉണ്ടാകാൻ പോകുന്ന വലിയ വിപണി, ആ വിപണിയിൽ നിന്ന് വസ്തുക്കൾ എല്ലായിടത്തേക്കും കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഇത്തരം റോഡുകൾ ഉണ്ടാകും എന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇതൊക്കെ പ്രസംഗിച്ചിട്ട് എൻ്റെ അന്ന് CD ഒക്കെ ഉള്ള കാലമാണ്. CD കേട്ടിട്ട് ഒരു ദിവാസൻ ഒരു ജനുവരി മാസം, അത് 2010 ജനുവരിയാണ്, ഞാൻ ഓർക്കുന്നു, രാവിലെ എന്നെ വിളിച്ചു. 2010 ജനുവരി 1 നമ്മുടെ പുതുവർഷം ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പൊ 2-ാം തീയതിയാണ്, സോറി, എനിക്കന്ന് വൈകിട്ട് തിരുവനന്തപുരത്തൊരു യോഗമുണ്ട്. ഞാൻ ഈ 1-ാം തീയതി എഴുന്നേറ്റ് 2-ാം തീയതി ഈ പത്രം അദ്ദേഹം വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസനെ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ആ വീഡിയോ കേൾക്കുകയായിരുന്നു, ഇന്നത്തെ മനോരമ ഒന്ന് വായിച്ചു നോക്കൂ, അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത. ഞാൻ ആ വാർത്ത വായിക്കുമ്പോൾ ചൈന, ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിൽ അവിടെ ടിപ്പറുകൾ കൊണ്ടുവന്നിട്ട് JCB കൊണ്ടുവന്ന് വലിയ വർക്കാണ്. അത് നമ്മുടെ പ്രതിരോധ മന്ത്രി AK ആന്റണി സാറാണ്. ഇതറിഞ്ഞ് നമ്മൾ വിജിലൻ്റായി. നമ്മുടെ അതിർത്തിയിൽ അതിരുമാന്തി കയറാൻ ചൈനയ്ക്കൊരു പ്രത്യേക പാഠവുമുണ്ടല്ലോ. അങ്ങനെ അതിരുമാന്തി കയറുകയാണോ എന്ന ഒരു സംശയം വന്നു. നമ്മുടെ ആന്റണി സാർ പറഞ്ഞു, ഇത് ക്രൂരവും പൈശാചിയുമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു, പതിവ് പോലെ. അതുകൊണ്ട് അത് തീർന്നു. ചൈനയുടെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു, ഞങ്ങൾ അതിരുമാന്തല്ല, മറിച്ച് കരമാർഗം 24 മണിക്കൂർ കൊണ്ട് ഇറാഖിലേക്ക് ഒരു പാത ഉണ്ടാക്കുകയാണ്. 24 മണിക്കൂർ കൊണ്ട് ഓടിയെത്തും. ഞാൻ 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. പാതയൊക്കെ ഇന്ന് യാഥാർത്ഥ്യമായി. എന്തിനാണ് ഇവയൊക്കെ? കറക്റ്റ് അവിടെ പത്രത്തിൽ, അതായത് ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇറാഖിലേക്ക് ഒരു പാത വെട്ടുകയാണ്, കരമാർഗം, വസ്തുവകൾ കൊണ്ടെത്തിക്കാൻ. അപ്പൊ മറ്റു വഴികളെ ഉപയോഗിക്കത്തറിയും. പോകുന്ന വഴിക്ക് പലയിടത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. അതിനാണ് കര വഴിയുള്ള യാത്രയുടെ പ്രസക്തി. അപ്പോൾ ലോകം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒത്തേറെ ഫൈൻഡിങ്സ് ഈ വിധത്തിലുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ലോകം വളരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു നീക്കം ലോകം നടത്തിക്കൊണ്ടിരിക്കുക. വികസനം എന്നൊരു സങ്കല്പം കൊച്ചു ഗ്രാമങ്ങളിൽ പോലും എത്തുക. എന്താ കാര്യം എന്നറിയണ്ടേ? വചനം പറയുക, അവളുടെ ക്ഷുദ്രത്താൽ സകല ജാതികളും സകല രാഷ്ട്രങ്ങളെയും അവൾ ക്ഷുദ്രത്താൽ മയക്കി. ആ പദത്തിന്റെ അർത്ഥം കേൾക്കണം. നമ്മളെല്ലാം പറയുന്നത് വികസനം വരണം. നമ്മൾ പോയിട്ട് വിദേശ രാജ്യങ്ങൾക്കാണ്, അടുത്തടുത്ത രാഷ്ട്രങ്ങൾക്കാണ്. ആ വികസനം ഇവിടെ വരണം, ആ ജീവിത സുഖങ്ങൾ ഇവിടെ വരണം. അതിന് ബൈബിള് വളരെ മനോഹരമായ ഒരു പദം പറഞ്ഞേ, അവൾ ഫാർമാക്കോയ്യ, അല്ലെങ്കിൽ മയക്കുന്ന വിദ്യ ഏറ്റെടുത്തു. അപ്പോൾ ഈ ലോകമാണ് സുഖം, ഇവിടുത്തെ ജീവിതമാണ് സുഖം, അമ്പരചുംബികൾ കെട്ടിപ്പടുക്കുന്നതാണ് സുഖം. അറിയാതെ നമ്മുടെ ഉള്ളിലും ഇതാണ് ജീവിതം എന്നൊരു ബോധം, ആത്മീയത പറയുമ്പോൾ തന്നെ ഒരു ഭൗതികതയുടെ ബോധം അറിയാതെ കിടപ്പുണ്ട്. പക്ഷേ ആവശ്യത്തിന്റെ മുമ്പിൽ ഇതൊന്നും പാപമല്ല. അനാവശ്യമാകുമ്പോൾ അത് പാപമായി വരും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ വികസന സങ്കല്പങ്ങളുടെ പരിധിവിട്ട ബോധം, ഉപഭോക്തൃ സംസ്കാരത്തിന്റെ പരിധിവിട്ട ബോധം, അത്തരം ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആ സിസ്റ്റത്തെ ചെറിയ അളവിൽ എനിക്കെന്റെ നാട്ടിലെത്തിക്കണം, എൻ്റെ വീട്ടിലെത്തിക്കണം, എൻ്റെ സമൂഹത്തിലെത്തിക്കണം. ഈ ഒരു ബോധം, ഈ ഒരു ത്വര അതിനുള്ളിൽ മനുഷ്യരാശി പെട്ടുകിടക്കുന്നു. അങ്ങനെ അവളുടെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടു. ചുരുക്കത്തിൽ ബാബിലോൺ എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രമല്ല, കേവലം ഒരു മതമല്ല. അതിൻ്റെ ഉള്ളിൽ
മതമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ലോകരാഷ്ട്രീയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നാഗരികതയുണ്ട്, അതിനുള്ളിൽ വ്യാപാരമുണ്ട്. ചുരുക്കത്തിൽ ഇത് കൊമേഴ്സ്യൽ ബാബിലോണാണ്, ഇത് എക്ലേസിയാസ്റ്റിക്കൽ ഓർ റിലീജിയസ് ബാബിലോണാണ്, ഇത് പൊളിറ്റിക്കൽ ബാബിലോണാണ്. അങ്ങനെ വിവരിക്കാനാവാത്ത സ്വഭാവ സവിശേഷതകൾ അന്തർലീനമായിരിക്കുന്ന ഒരു സംവിധാനം. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നല്ല, അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊന്നുകൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ചിന്തകൾ ഏകദേശം ക്രോഡീകരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ജഡത്തിൽ വന്നു. യേശുവിന്റെ ജഡപ്രവേശം. ഞാൻ ഈ അവതാരം എന്ന വാക്ക് ഉപയോഗിക്കില്ല, ജഡത്തിൽ വെളിപ്പെട്ടു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അവതാരം എന്ന് പറയുമ്പോൾ മൂലരൂപം അവിടെ കാണും. ഈ വന്ന പുള്ളി വേറൊരാളായിട്ട് കാണും. നിങ്ങൾക്ക് മനസ്സിലായി തോന്നും. അപ്പൊ വിഷ്ണുവിന്റെ അവതാരം മത്സ്യം, കൂർമ്മം, വരാഹം. മത്സ്യം ഇവിടെ വരും, അത് ചത്തുപോകും. പന്നിയാണ്, ആമയാണ് കൂർമ്മം, അത് വരും, അതിന്റെ ദൗത്യം കഴിയുമ്പോൾ അത് ചത്തുപോകും. പക്ഷെ ഒറിജിനൽ ആ രൂപം അവിടെ ഉണ്ട്, അത് ഇങ്ങോട്ട് വരുന്നു. പക്ഷെ യേശു അങ്ങനല്ല. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ യേശു പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വന്നു, ഒരു മനുഷ്യനായി. സോ നോട്ട് ഗോഡ് ഇൻകാർണേറ്റ് ഇൻ ഫ്ലഷ്, ബട്ട് ഹി മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. കർത്താവ് എന്ത് ചെയ്തു? ജഡത്തിൽ വെളിപ്പെട്ടു, ജഡം ധരിച്ചു, ജഡത്തിൽ വന്നു. കർത്താവിനെ ജഡത്തിൽ വന്നു എന്ന് ഉൾക്കൊള്ളാത്തതൊക്കെ വ്യാജനാകുന്നു, കള്ളനാകുന്നു എന്ന് പറയുക. അവൻ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ക്രൂശീകരണം തെറ്റാന്ന് വരും. ജഡത്തിൽ വന്നെങ്കിലേ മരിക്കാൻ പറ്റൂ, മരിച്ചെങ്കിലേ നമ്മുടെ പാപപരിഹാരം യാഥാർത്ഥ്യമാകും, യാഗം യാഥാർത്ഥ്യമാകും. അവൻ ജഡത്തിൽ വന്നു, ജഡത്തിൽ വന്നു എന്നാണ് വിശ്വസിക്കേണ്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, പിതാവില്ലാതിരുന്ന കാലമില്ല, പിതാവില്ലാതിരിക്കുന്ന കാലമില്ല, പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ഇതാണ് തിരുവെഴുത്തിന്റെ സത്യം. അതുകൊണ്ട് ചിലർ പഠിപ്പിക്കുന്നത് അങ്ങനല്ല, പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഈ വാദം തെറ്റാണ്, അത് മോഡലിസമാണ്. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. അത് അങ്ങനെ തന്നെ വേറിട്ട് പഠിക്കണം. യഥാർത്ഥ ട്രിനിറ്റി അങ്ങനെയാണ്. ട്രിനിറ്റിയെ കുറിച്ചൊക്കെ നമ്മുടെ ആളുകൾക്ക് ഒരു അവബോധം ഉണ്ടാകണം. ഇപ്പോൾ അതല്ലല്ലോ നമ്മുടെ വിഷയം, എങ്കിലും പറയട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ചില ആൾ പറയുന്നത് അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയത് യേശുവാണെന്ന് പറയുന്നവരുണ്ട്. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നൊരു കാലമുണ്ട്. അവിടെ വന്നത് യേശുവായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എബ്രായനും പറയാണ്, അവൻ നമ്മുടെ പാവങ്ങളെ ചുമന്നൊഴിക്കേണ്ടതിന് ഒരിക്കലായി പ്രത്യക്ഷനായി. ഒറ്റത്തവണ ഒരിക്കലായി പ്രത്യക്ഷനായി. ഇനി പാവം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതിനിടയ്ക്ക് പ്രത്യക്ഷതകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഒരു ഇവന്റ് എന്ന നിലയിൽ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായത് മറിയുടെ ഉദരത്തിലാണ്, അതിലൂടെ വന്ന ദൈവപുത്രൻ. എന്നാൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ യേശുവുണ്ട്, യേശുവിനെ കുറിച്ച് പരാമർശമുണ്ട്. ദൈവം എന്ന നിലയിൽ സജീവ ഇടപെടലുകൾ നടത്താൻ കർത്താവിന് സാധിക്കും. പക്ഷെങ്കിൽ മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിൽ വന്നത്, ആദ്യം വരുന്നത് ജഡത്തിൽ വെളിപ്പെട്ട കന്യകാജനത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കണം. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ദൈവത്തിന്റെ ദൗത്യമല്ല, മറിച്ച് കർത്താവിന്റെ ദൗത്യം. നമ്മുടെ പാവങ്ങളെ ചുമന്നൊഴിക്കേണ്ടതിന് അവൻ ഒരിക്കലായി പ്രത്യക്ഷനായി, ഇനി പാവം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാണ് ക്രിസ്ത്യൻ ചിന്ത. ഓക്കെ, അപ്പോൾ നമ്മുടെ കർത്താവ് ജനിച്ച ആ സംഭവത്തിലേക്ക് ചെല്ലാം. അതായത് ബേത്ലഹേമിലെ സംഭവം. ബേത്ലഹേമിൽ കർത്താവിന്റെ തിരുപ്പിറവി. ഈ തിരുപ്പിറവി സംഭവിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഗലാത്യർ 4:4 പറയാണ്, കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ. ആ ഭാഗം ഒന്ന് വായിച്ചാൽ കൊള്ളാം. ഗലാത്യർ 4:4 പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ ജനിച്ചവനായി നിയോഗിച്ചത്. മതി മതി മതി. കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി നമ്മുടെ ഇടയിലേക്ക് അയച്ചു. അത്രയും ധരിച്ചാൽ മതി. എന്താ ഈ കാലസമ്പൂർണത? പറയാം. നമ്മുടെ കർത്താവായ യേശു
ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടുത്തെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങി. അവിടുത്തെ വരവിന് വേണ്ടി ലോകത്ത് അനിവാര്യമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ലോകം അറിയാതുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല റോഡൊക്കെ ലോകത്തുണ്ട്. പുരാതന ലോകത്ത് നല്ല റോഡുണ്ടായിരുന്ന കാലം യേശുവിന്റെ കാലമാണ്. അതിനെന്താ കാര്യം എന്നായിരിക്കും അല്ലേ? അത് ഇതുമായിട്ട് എന്താ ബന്ധം പറയാം. എല്ലാ റോഡും റോമിലേക്ക്, ഒന്നാം നിരയിൽ വരുന്ന നല്ല റോഡുകൾ റോമക്കാർ വെട്ടി. ആ റോഡുകൾ കല്ലുവാകി ഉറപ്പിച്ചു, തണൽ മരങ്ങൾ വച്ച് പിടിപ്പിച്ചു. യാത്ര സുഗമമാക്കിയത് റോമക്കാരാ. അത് മാത്രമല്ല ചെയ്തേ, അവർ വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന കടലിടുക്കുകളെ കനാലുകൾ വെട്ടി ഏകോപിപ്പിച്ച് ആ കര യാത്ര എളുപ്പമാക്കി. കടൽ യാത്ര, നദികളെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന കനാലുകൾ ഉണ്ടാക്കി. കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്തു. കപ്പൽ യാത്ര എളുപ്പമാക്കി യേശു വരുന്നതിന് മുമ്പ്. എന്തിനാന്നറിയില്ലേ? ഇങ്ങനെയുള്ള വഴിത്താരയിലൂടെ യാത്ര ചെയ്ത പൗലു സുവിശേഷം അറിയിച്ചത്, പത്രോ സുവിശേഷം അറിയിച്ചത് ഈ കടൽ മാർഗം യാത്ര ചെയ്താണ്, പായ്ക്കപ്പലിന്റെ ദിശയനുസരിച്ച് യാത്ര ചെയ്താണ് മുഴുലോകത്തിനും സുവിശേഷം എത്തിക്കാൻ പൗലുസിന് സാധിച്ചത്. വഴിയുണ്ടായിരുന്നു, വഴി വെട്ടിക്കിട്ടത്. അങ്ങനെ രാഷ്ട്രീയമായി ലോകം സുവിശേഷം ലോകത്തെത്തിക്കാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടു കാലസമ്പൂർണത. അടുത്തത്, മഹാനായ അലക്സാണ്ടറുടെ ഭാഷ ഗ്രീക്കായിരുന്നു. അലക്സാണ്ടർ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചപ്പോൾ അയാളുടെ ഭാഷയും ലോകത്തെല്ലായിടത്തും ചെന്നു. ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞത്, ലോകത്തെല്ലായിടത്തും ചെന്നു. ഈ ഭാഷ പ്രസംഗിച്ചാൽ മതി, എല്ലാവർക്കും കാര്യം മനസ്സിലാവും. കാരണം ലോകത്തെല്ലാം ഇന്ന് ഇംഗ്ലീഷ് പോലെ ഗ്രീക്ക് ഉണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഉണ്ടാക്കിയ ഈ ഭാഷാ നവീകരണം പ്രയോജനപ്പെടുത്തിയത് നമ്മൾ പുതുനിയമത്തിന്റെ പ്രഭാഷകരാണ്. കാരണം വേഗത്തിൽ ഈ സന്ദേശം ലോകത്തെത്തിക്കാൻ വഴികൾ ഗുണം ചെയ്തു, ഭാഷ ഗുണം ചെയ്തു. നിങ്ങൾ ഇന്ന് സൂക്ഷ്മതയോടെ നോക്കുക. ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ, ലോകത്തെ ഏറ്റവും വേഗത്തിൽ ഒരു ഭാഷയുടെ കീഴിലേക്ക് ലോകം അമരുന്നു. ലോകത്തേറ്റവും ശക്തിമത്തായ വിധം ലോകം അതിന്റെ വികാസ പരിണാമങ്ങളിൽ കുതിക്കുന്നു. നല്ല റോഡുകൾ, റെയിൽവേ സംവിധാനങ്ങൾ, മെട്രോ സംവിധാനങ്ങൾ, അതുപോലെ എയർപോർട്ടുകൾ, 3-2 മിനിറ്റിനുള്ളിൽ ഉയർന്നു പൊങ്ങുന്ന വിമാനങ്ങൾ, ഇവ സൂചിപ്പിക്കുന്നത് ഗതാഗതവും അതുപോലെ എല്ലാത്തരം വാർത്താവിനിമയങ്ങളും ശക്തിപ്പെടുന്നു. ഒപ്പം ഇന്റർനെറ്റിന്റെ സർവസ്വീകാര്യതയും ലഭ്യതയും ലോകമെങ്ങും. ഇത് എന്തിനാണെന്ന് അറിയണ്ടേ? രാജ്യത്തിന്റെ ഈ സുവിശേഷം മുഴുലോകത്തോടും പ്രസംഗിക്കണം. അപ്പോൾ യുഗാവസാനം വരണം. ഇതിനു വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്വയം ഒരുങ്ങുന്ന കാഴ്ച നിങ്ങൾ കണ്ടിരിക്കും. ലോകം അറിഞ്ഞോ അറിയാതെയോ യേശുവിന്റെ വരവിന് വേണ്ടി വീണ്ടും ഒരുങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരു കാലത്തിന്റെ സായന്തനത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കാലമധികം ഉണ്ടാകയില്ല എന്ന വചനം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഏറ്റവും അടുത്തിരിക്കുന്നു സമയം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ലോകം ഈ ഒരു വിപണി എന്ന നിലയിൽ ഇറാഖ് പട്ടണം ശക്തിപ്പെടാൻ സമയം അടുത്തിരിക്കുന്നു. ഒരു എതിർക്രിസ്തുവിന്റെ രീതിശാസ്ത്രം മറുഭാഗത്ത് ശക്തിപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനൊരു കാന്തയുണ്ട്. ആ കാന്ത അവിടുത്തെ തിരുസഭയാണ്. ഈ എതിർക്രിസ്തുവിനൊരു കാന്തയുണ്ട്. ആ കാന്ത ഒരു വേശ്യയാണ്. അവളുടെ പേരാണ് മഹദിയാം ബാബിലോൺ. അങ്ങനെ മഹദിയാം ബാബിലോൺ ഒരിടത്ത് ഒരുങ്ങുന്നു, ഇപ്പുറത്ത് തന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങുന്നു. കാന്ത ഒരുങ്ങേണ്ടത് കാന്തൻ അണിയിച്ചൊരുക്കിയ ആടയാഭരണങ്ങളാകുന്ന അവിടുത്തെ കൃപാവരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്, ശുശ്രൂഷകൾ ഏറ്റെടുത്തുകൊണ്ടാണ്. എന്നാൽ അപ്പുറത്ത് മ്ലേച്ഛതയുടെ പാത്രത്തിൽ, ഉയേഭയുടെ പാത്രത്തിൽ ഇതാ ഒരു വലിയ വിപണി, എല്ലാത്തരം അധർമ്മങ്ങളുടെയും കേന്ദ്രമായിട്ട് മാറാനിരിക്കുന്ന ഒരു പുത്തൻ രാഷ്ട്രീയ സംവിധാനം, ഒരു പുത്തൻ ആത്മീക സംവിധാനം. അതിനെ നമ്മുടെ ചർച്ചകൾക്കുള്ളിലേക്കും വലിച്ചിരക്കാൻ കഴിയത്തക്ക വിധം ഇന്ന് കാലം മാറുന്നു. ഞാന് പുറത്തുവിടാത്ത ഒത്തിരി പഠനങ്ങളുണ്ട്. അതിൽ ചിലത് എന്നെ അത്ഭുതപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എതിർക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്, ചില സൂചനകളുണ്ട്. അതിൽ
ആ സൂചനകളിലേക്ക് ഇന്ന് ലോകം പോവാം. അതിന്റെ തെളിവിലൊന്നാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് 377 എന്നൊരു ക്ലോസ് ഉണ്ട്. നമ്മൾ IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ്. അതനുസരിച്ച് ഹോമോസെക്സ്വൽസ് ശിക്ഷിക്കപ്പെടുമായിരുന്നു പണ്ട്. പക്ഷെ കോടതി ഉത്തരവിട്ടു ശിക്ഷ ആവശ്യമില്ലെന്ന് മാത്രമല്ല, ഇത്രയും നാൾ അവരോട് ചെയ്തത് ഹീനകൃത്യമായിപ്പോയി. അവർക്ക് ജീവിക്കണം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യണം. ഞാൻ 2 ദിവസം ഒരു ക്ലബ് ഹൗസിൽ ചർച്ചയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പെന്തക്കോസ്ത് എന്ന് പറയാവുന്ന തരത്തിലെ സഹോദരന്മാരും പെൺകുട്ടികളും അതിനുവേണ്ടി വാദിക്കുന്ന കേട്ട് ഞാൻ അമ്പരന്നു. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? താമസം വിന ഇത്തരം അധർമ്മങ്ങൾ ചർച്ചിനുള്ളിൽ കൂടി സ്വീകരിക്കത്തക്ക വിധത്തിലേക്ക് കാലം മാറും. ഹോമോസെക്സ്വൽസിന്റെ വിവാഹം നടത്തി കൊടുക്കാനുള്ള നിർബന്ധം, സമ്മർദ്ദം സഭകൾക്കുണ്ടാകുന്ന ഒരു കാലം വരുന്നു. അതിന് തുനിയാത്തവരെ ഭരണകൂടം തെറ്റുകാരായി വിധി കൽപ്പിക്കുന്ന ഒരു കാലം വരുന്നു. ഇത്രയും നീചവും നിന്ദ്യവുമായ ഒരു പരിസ്ഥിതിയിലേക്ക് പോകുമ്പോൾ വചനം പറഞ്ഞു, നോഹയുടെ കാലം പോലെയാകും അതിന്റെ തിരിച്ചുവരവ് ഇന്ന് സംഭവിച്ചിരിക്കുന്നു. എല്ലാ മണ്ഡലവും അധർമ്മം നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് സസൂക്ഷ്മം കാണാം. ഇത്രമാത്രം നമുക്ക് ചിന്തിക്കാനാവാത്ത ഒരളവിലേക്ക് ലോകം പോകുന്ന കണ്ടില്ലേ? ഇതെല്ലാം വിളിച്ചു പറയുന്നത് എതിർ ക്രിസ്തുവിന് വേണ്ടി അവന്റെ കാന്ത എങ്ങനെ ഒരുങ്ങുന്നുവോ ഇതേപോലെ തന്റെ കാന്തയാകുന്ന തിരുസഭ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു സത്യം ഇന്ന് രാത്രി നമ്മയെല്ലാം ഭരിക്കട്ടെ. നമ്മിലെല്ലാം ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. തന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങണം യേശുവിന്റെ വരവിന് വേണ്ടി. നമ്മൾ പര്യവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യത്തിൽ ഒരു ഉറപ്പും തീരുമാനവും വരട്ടെ. നാളെ നമുക്ക് സമാപനമാണ്. ഇവ ചേർത്ത് പൂരിപ്പിച്ച് യോജിപ്പിച്ച് അവിടുത്തെ വരവിലേക്ക് നമുക്ക് നേരെ കടക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ചില പ്രവചന നിവൃത്തികളെ കുറിച്ചുകൂടി വിശകലനം ചെയ്തു പോകാൻ സാധിക്കും. പക്ഷേ എനിക്കോ നിങ്ങൾക്കോ നാളെ സന്നിഹിതരാകാൻ കഴിയാതെ പോയാൽ, നമ്മുടെ കാന്തന്റെ ആഗമനം ഇത്ര പെട്ടെന്നായി പോയാൽ നമ്മൾ കൈവിടപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ഒരു പുനഃസമർപ്പണമാണ് ആവശ്യം. നാഥ, ഞാനൊന്ന് മനസ്സിലാക്കുന്നു, രാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നു, ലോകരാഷ്ട്രീയം സ്വയം തയ്യാറാകുന്നു, ഞാൻ ഉണർന്നിട്ടില്ല, ഒരുങ്ങിയിട്ടില്ല എന്ന ഖേദകരമായ പരിസ്ഥിതി വരാതിരിക്കേണ്ടതിന് ആത്മസമർപ്പണത്തോടെ വേണം ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഇത് വിട്ട് കടന്നു പോകാൻ. പ്രിയരെ, മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ ആശങ്കയുണ്ട്? അവർക്ക് ജോലി കിട്ടാൻ, നല്ല പഠനം കിട്ടാൻ, ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, നല്ല വിവാഹം നടക്കാൻ. പക്ഷെ ഇന്ന് നമ്മുടെ കൺസെപ്റ്റുകൾ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. നല്ല ജോലി, നല്ല കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ അതിലേറ്റവും സുപ്രധാനം എൻ്റെ മക്കളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുതേ എന്ന പ്രാർത്ഥന. ഒന്നാം സ്ഥാനത്ത് ആ പ്രാർത്ഥനയാകട്ടെ എപ്പോഴും. ബാക്കിയൊക്കെ താഴെ നിൽക്കട്ടെ. അവരിന്ന് മരിച്ചാലും നമ്മൾ മരിച്ചാലും സംതൃപ്തിയോടെ മരിക്കാൻ കഴിയുമെങ്കിൽ അവരുടെ നിത്യത ഉറപ്പുവരുത്തണം. ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന നമ്മുടെ കർത്താവിന്റെ വചനം പോലെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവിടുത്തെ പുനരാഗമനത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് ആത്മശക്തിയാണ്, അത് നമുക്ക് രോഗശാന്തിയാണ്, അത് നമുക്ക് പുത്തൻ ഉണർവാണ്. കാരണം പോയതുപോലെ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത മറ്റൊരു കാന്തനില്ല, മറ്റൊരു വ്യക്തിയുമില്ല. പറഞ്ഞ വാക്കുകളുടെ ആക്കവും തൂക്കവും അതുകൊണ്ട് പ്രവചനങ്ങളെ നിവർത്തീകരിച്ച മറ്റൊരാളുമില്ല. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. അവന്റെ വാക്കുകളെ വളച്ചൊടിച്ച് ഉന്മൂലനം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അതിന്റെ കാരണം എന്ത്? പറഞ്ഞത് അവനാണെങ്കിൽ, വാക്ക് അവൻ്റെതാണെങ്കിൽ ആ വാക്കിനെ ലംഘിച്ചുകൊണ്ട് മറ്റൊന്നും നടപ്പിലാക്കാൻ ആർക്കും സാധിക്കാത്ത വിധത്തില് നമ്മുടെ കാന്തൻ പറഞ്ഞ വാക്കുകൾ അത്രമാത്രം ഉറപ്പുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ മുസ്ലിം സഹോദരന്മാരുമായി ചർച്ച ചെയ്തുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ഒട്ടേറെ കാരണങ്ങളുണ്ട്, ഒരു ചെറിയ കാരണം പറയാം. സുഹൃത്തെ, താങ്കൾ കേട്ടോളൂ എന്ന് പറഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് പറയാമോ? ഞാൻ ചോദിച്ചത് മറ്റൊന്നുമില്ല. ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. നമ്മൾ പറയില്ലേ, നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറയുക എന്ന് പറയുന്നവരാ. അഭിപ്രായം പറയാത്ത മനുഷ്യരില്ല. എന്നോട് ചോദിക്കുക, അഭിപ്രായം പറയാത്തൊരു മനുഷ്യനെ അറിയുമോ? ഞാൻ പറയും, അറിയാം. അത് വേറെ ആരുമല്ല, അത് കർത്താവായ യേശുവാണ്. അവൻ ഒരിക്കലും എൻ്റെ അഭിപ്രായം ഇന്നതെന്നല്ല പറഞ്ഞത്. ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും കൃത്യതയോടെ പറഞ്ഞ ഒരുവനെ ഉലകത്തിലുള്ളൂ, അത് കർത്താവായ യേശുവാണ്. അവിടുന്ന് പറയാണ്, ഇതാ ലോകം എൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു. ലോകം അങ്ങനെ ഒരുങ്ങുമ്പോൾ നിങ്ങളും തന്നെത്താൻ ഒരുങ്ങിയിരിക്കണം. തന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് കൂടി വരുന്നത്, യോഗ സജ്ജീകരിച്ചിരിക്കുന്നത്, കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നത്. യേശുവിന്റെ ഗുണഗണങ്ങൾ വിവരിക്കാനാവാത്തതാണ്. മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് പിരിയാം. ഇതൊക്കെ പറഞ്ഞ് ആരെയും ഭയപ്പെടുത്തുകയല്ല. എനിക്കല്ലെങ്കിലും ഈ നരകത്തിലെ പീഡയും അവിടുത്തെ ബുദ്ധിമുട്ടും ഒക്കെ പറയാൻ ഒരു താല്പര്യമില്ല. നമ്മളെ വരമേൽപ്പിച്ച അതല്ല, നരകം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ പേടിച്ചൊന്നുമല്ല ആരും ദിവസം ഇരിക്കേണ്ടത്.
ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ സ്വർഗത്തിൽ കിട്ടുന്ന സുഖമോർത്തോ നരകത്തിലെ പീഡയോർത്തോ നമ്മൾ ആരും വിശ്വാസി വരരുത്. അതിനെ ആരും ആ വിധത്തിൽ പോവുകയും ചെയ്യും. എന്താ കാര്യം? ഞാനെപ്പോഴും വീട്ടിലാണെങ്കിലും എല്ലാവരെയും പറയാറുണ്ട്, ഞാൻ നിത്യത കാക്ഷിക്കുന്നത് ഒത്തിരി കിരീടം കിട്ടാനല്ല. ഒത്തിരി കിരീടം കിട്ടിയിട്ട് എന്താ? കിരീടം കിട്ടുന്ന കിട്ടട്ടെ. കിരീടം കിട്ടാൻ പാകത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് മറ്റൊരു സത്യം. അത് സത്യം അങ്ങ് അറിഞ്ഞിരിക്കുക. അപ്പൊ കിരീടം അവിടെ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ കാന്തനെ കാണുന്നതാണ്, കർത്താവിനെ കാണുന്നതാണ്. നമുക്ക് ഒരേ സ്വരത്തിൽ പറയാം, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം നമ്മുടെ കർത്താവാണ്. ഈ കർത്താവിന്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒത്തിരി മോശം മനുഷ്യരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മോശം മനുഷ്യരെ സ്വയം അങ്ങനെ ആർക്കെങ്കിലും ഇന്ന് തോന്നുന്നെങ്കിൽ കളിയാക്കല്ല കേട്ടോ. നമ്മളെല്ലാം എവിടെങ്കിലും കുറവിരിക്കുന്നെങ്കിൽ, കുറ്റമിരിക്കുന്നെങ്കിൽ, കർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഒരിക്കൽ പോലും നമ്മളോട് ഇത് മോശമാണെന്ന് പോലും പറയില്ല. അങ്ങനെ കർത്താവ് ചെറിയ കുറ്റം കാണിച്ചാൽ അപ്പനമ്മമാരെന്താ ചെയ്യുക? അടുത്ത ശിക്ഷ. ഇപ്പോഴത്തെ രീതിക്കൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. നമ്മളൊക്കെ കൊണ്ട തല്ലിന് കയ്യും കണക്കുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനിപ്പോൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞ കഥകൾ കേട്ടാൽ ചിരി വരും. ഒരു പുതിയ വസ്തു മേടിച്ചു കൊടുത്തിട്ട് കുറ്റം ചെയ്തതിനപ്പുറം തലക്കിട്ട് അടിക്കുമെന്ന് പറയും. നാളെ കൊണ്ട് കളയണമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാത്ത ആളിനിട്ട് അടിക്കുമെന്ന്. അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ. ജോലി ഇതിൽ അടി കിട്ടുക, ഇങ്ങനെയൊക്കെയാ വന്നത്. അങ്ങനെയാണ് വന്നെങ്കിൽ ഇവിടെ കർത്താവിന്റെ രീതി കേട്ടോ. കർത്താവ് മത്തായിയെ കണ്ടു. കർത്താവ് ഒരു തവണ പോലും പറഞ്ഞില്ല, കുഞ്ഞേ ഈ ചുങ്കം പിരിക്കുന്നൊക്കെ ഒരു മോശം പണിയാണ്, അതൊന്നും നല്ല പണിയല്ല, വേറെ ഏതെങ്കിലും ഒരു പണി നീ എടുക്കുക. ഒന്നും മിണ്ടുന്നില്ല. സക്കായിയെ കണ്ടു. അങ്ങനെ പാത്തിരിക്കുക. സക്കായി ഇരുന്ന മരത്തിന്റെ താഴെ ചെന്നിട്ട് പറഞ്ഞു, താഴെ ഇറങ്ങാൻ പറഞ്ഞു, നിന്റെ വീട്ടിലാണ് ഭക്ഷണം. സക്കായിയെ കണ്ടാൽ അറയ്ക്കുന്ന ലോകമാണ്. നമ്മൾ ബ്ലേഡുകാരനാണ്, അതുപോലെ പരിഹസിക്കുന്ന ആളാണ്. തൻ്റെ വീട്ടിൽ വന്ന് യേശു ഭക്ഷണം കഴിക്കൂ. യേശു ഇടപെട്ട സകല ആളുകളെ നോക്കിയാൽ ഒറ്റ ഒരാളെ യേശു അപഹസിച്ചില്ല, കുത്തി പ്രസംഗിച്ചില്ല. നമ്മളൊക്കെ എന്താ പലപ്പോഴും ചെയ്യും? കുത്തി പ്രസംഗിച്ച് ഒരുത്തരെ വേദനിപ്പിക്കുക, ഒരു കുറ്റം കണ്ടുപിടിച്ച കുത്തി വേദനിപ്പിക്കുക. അപ്പോ യേശു ഇങ്ങനൊന്നും ചെയ്യാതെ, പക്ഷെ സക്കായി പ്രതികരിച്ചു കേട്ടോ. യേശു ഇതൊന്നും ചെയ്യാതെ പറയുക, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ നമ്മൾ യോഗ്യനല്ലപ്പാ. ചതിവായി വാങ്ങിയതൊക്കെ 5 ഇരട്ടി തിരിച്ചു കൊടുക്കും. അപ്പോ ഒരു ഗുണദോഷവും പറയാതെ യേശുവിൻ്റെ സാന്നിധ്യം ഒരുവനെ മാറ്റിമറിച്ചു. അങ്ങനെ സകല പാപിക്കും ഗുണദോഷം വേണ്ട, യേശു അടുത്ത് വന്നാൽ മതി. നമ്മൾ ആരെന്ന് തിരിച്ചറിയും. സ്വയം തിരിച്ചറിവാണ് യേശു. ആ യേശുവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരും യേശുവിനെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാണാൻ പറ്റൂലെന്നൊന്നും ഇല്ല കേട്ടോ. ചില ദർശനത്തിലൊക്കെ കണ്ടുക, അതില്ലെന്നൊന്നും പറയാൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ കണ്ടില്ല എന്നോർത്ത് എനിക്ക് അതിൽ ദുഃഖവും ഭാരമൊന്നുമില്ല. കാരണം കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്നോട് ചോദിക്കുക, പാലസ്തീനിൽ പത്രോസായിട്ടോ അന്ത്രയോസായിട്ടോ പൗലോസൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണോ ഇഷ്ടം, ഇപ്പൊ ഇവിടെ അനിൽക്കുടത്തോട്ടായിട്ട് ജീവിക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് തന്നെ ഇഷ്ടം. അതിന്റെ കാരണം പറയാം, അവരെക്കാൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ. എന്താ കാര്യം എന്നറിയില്ലേ? 5 അപ്പം വാങ്ങി ഭക്ഷിച്ചവരെ, അതുപോലെ കടലിൽ മീതെ യേശു നടക്കുന്നത് കണ്ടിട്ടുള്ളവരെ, ആർപ്പ് വിളിച്ചവരെ, പത്രോസ് തന്റെ അമ്മാവിയമ്മ സുഖപ്പെട്ടപ്പോൾ ആനന്ദ നൃത്തം ചെയ്തിരുന്നു, യോഹന്നാൻ ഓരം ചാരി കിടന്നിരുന്നു. ഇങ്ങനെ ഈ ആയിരക്കണക്കിന് ആളുകൾ അനുഗമിച്ചു. ഇവരെല്ലാം നേരെ കണ്ടതാ അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി. ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ ക്രൂശിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ ഇവര് പറയാ, ഞാൻ നിന്നെ അറിയുന്നില്ല. അവർ പലരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു മാറിപ്പോയി. ഞാൻ ഇന്ന് രാത്രി ചെറുപ്പക്കാരടക്കം മുതിർന്നവരടക്കം ധാരാളം കുഞ്ഞുങ്ങളെ, സഹോദരങ്ങൾ ഇവിടെ കാണുക. നമുക്കൊരേ സ്വരത്തിൽ പറയാം, നാഥാ നീ 5 അപ്പം തരുമ്പോ, നീട്ടിത്തരുമ്പോ കൈനീട്ടി വാങ്ങാൻ ഞങ്ങളന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങ് കടലും മീതെ നടക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. അങ്ങ് അത്തിയെ നോക്കി ശവിച്ചപ്പോ ഉരുകിപ്പോകുന്നത് ഞങ്ങൾ കണ്ടില്ല. നീ കാവർന്ന ഭൂമിയിൽ ഒരുത്തനെ സൗഖ്യമാക്കിയത് ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടൊന്നുമില്ല. 2000 ആണ്ടുകൾക്കപ്പുറത്ത് നീ ചെയ്തതൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ നീ തൊട്ടു നോക്ക്, ഈ നെഞ്ചിലേക്ക് തൊട്ടു നോക്ക് ഗുരു. ഇതൊന്നും കാണാത്ത ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് ഒരു സംശയമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു നീയാണ് കാന്തൻ, നീയാണ് വീണ്ടെടുപ്പുകാരൻ.
ഈ സംശയമില്ലാത്തവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മെ കണ്ടിട്ട് യേശു പറയുക, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഇത് കാണാതെ വിശ്വസിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാന്മാരാ നമ്മൾ ചെറിയ പുള്ളികളല്ല. അങ്ങനെ ഇരിക്കരുത്. നമുക്ക് പ്രതിഫലം കൂടുതലാ. പത്രോസിനേക്കാളുണ്ടെന്നേ, സംശയമൊന്നും വേണ്ട. നമ്മളവിടെ പോയി നിന്നു 5 അപ്പം തരുന്നേരം നമ്മൾ സത്യം പറഞ്ഞാല് ഇവരൊക്കെ അനുഭവിച്ചു വെച്ച് നോക്കിയാൽ നമുക്ക് സത്യത്തിൽ ചെറിയ കാര്യങ്ങളാ കർത്താവ് തരുന്നത്. നമ്മൾ അത് കണ്ടിട്ട് തന്നെ പറയുക അത് ഭയങ്കരമാണ്. സത്യം അത്. കാരണം നമ്മൾ അനുഭവിച്ച നന്മ വെച്ച് നോക്കിയാൽ ഇതിന് വല്ലോ യോഗ്യരാണോ? ആലോചിച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഒത്തിരി വക്കീലന്മാരുടെ ഒരു പ്രോഗ്രാം. അപ്പൊ അവരെന്റെ പ്രോഗ്രാം സ്ഥിരം കാണുന്ന വിശ്വാസികളൊന്നുമല്ല. അവരോട് ചോദിച്ചു, താങ്കള് ഈ പാസ്റ്റർ ഒന്നും ആയില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു പറയൂ. ഞാൻ ഒരു അൺപാർലമെന്ററി വേടാ അവരോട് ഉപയോഗിച്ചു. അതൊന്ന് പറയുമ്പോൾ എന്റെ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ പാസ്റ്ററോ ദൈവമക്കളോ ദൈവമകനൊന്നും ആയില്ലെങ്കിൽ നമ്മൾ തെണ്ടിത്തിരിയുമായിരുന്നു. വേറൊന്നും ഇല്ല നമ്മുടെ മുമ്പിൽ. നമ്മളൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല. യേശുവിനെ അറിഞ്ഞതാ നമ്മുടെ വില, കർത്താവിനെ ഉൾക്കൊണ്ടതാ നമ്മുടെ പദവി. പക്ഷെ ഇന്നൊരു കാര്യമുണ്ട്. നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടി, പണ്ടത്തെ കാലമാ, അന്നൊന്നും കാര്യമാട്ടി ആണിനെ കാണാനും ഒന്നും വലിയ സമയമൊന്നുമില്ല. അങ്ങ് നിശ്ചയിച്ചിട്ട് പോരും അപ്പൻ പോയിട്ട്, ഇന്നതാ നിന്റെ ഭർത്താവ്, കല്യാണത്തിന്റെ അന്നായിരിക്കും ഇവര് കാണുന്നത്. പക്ഷേ അന്നാ കാണുന്ന നമ്മുടെ അമ്മച്ചി ഉണ്ടല്ലോ, പഴയ അമ്മമാര്, അവർക്ക് അന്നു മുതൽ കാന്തനോടുള്ള പ്രതിപത്തി, ബഹുമാനം, ആദരവ് പോലെ ഞാൻ അക്ഷരാർത്ഥത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുവനെ അന്ന് മുഖാമുഖം കാണും ഒരു ദിവസം വരാൻ പോകുന്നു. സ്വയം ഒരുങ്ങിയാട്ടെ. നമുക്ക് ലോകം ഒരുങ്ങുന്നു ബ്രദറെ, നമ്മൾ ഒരുങ്ങിയാട്ടെ. നമ്മുടെ മക്കളെ ഒരുക്കിയാട്ടെ, നമ്മുടെ സഭ ഒരുങ്ങട്ടെ, നമ്മുടെ സമൂഹം ഒരുങ്ങട്ടെ. അവിടെ ഭൗതിക ലോകത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ, അതിന്റെ വികാസ പരിണാമങ്ങൾ മുന്നേറുമ്പോൾ ഞാൻ കാത്തിരിക്കുന്നൊരു ശബ്ദമുണ്ട്. അത് കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തര ശരീരികളായി പറക്കാൻ നമുക്ക് വ്യഗ്രതയോടെ ആത്മാർത്ഥതയോടെ നമ്മെ തന്നെ കർത്തൃകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ദൈവം വലിയവൻ, അവിടുന്ന് സർവശക്തൻ. ആ മഹാദൈവത്തിന്റെ പ്രവൃത്തിക്ക് നമ്മെ വിധേയരാക്കാം. കർത്താവ് ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.